നിമിഷം മുതൽ അച്ഛനായാലും അമ്മയായാലും മക്കളായാലും നട്ടല് നിവർത്തിയിരിക്കണം. ഒന്നും നട്ടല് നിവർത്തിയിരിക്കല്ല. ഓ നീരൂല്ല. കൊറോണയ്ക്ക് ശേഷം അതിങ്ങനെയായിപ്പോയി. എന്റെ മോനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓനെപ്പോലെ ഒരു കയ്യിൽ ഫോണ്, ഒരു കാല് ചുമരുമ്മല്, ഒരു കയ്യിൽ പഴമ്പ്. ഞാൻ അവന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ എന്താ രസം തരുമോ? കഴിഞ്ഞ ദിവസം ഞാൻ അവന്റെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഈ മഹാവിഷ്ണുവിന്റെ ചിത്രം പോലെ ഇങ്ങനെയാണ് ആ അന്തപ്പെട്ട ചെക്കൻ. ആ മഹാവിഷ്ണുവിൽ നിന്ന് ഒരു മനുഷ്യനാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ്. അപ്പോഴാണ് എന്നോട് ഈ സ്കൂൾ എന്ന് പറയുന്നത്, ഇവിടെ എത്താൻ അതിലെ കുട്ടികളോട് എന്തെങ്കിലും പറയണമെന്ന്. എനിക്ക് ഇങ്ങോട്ട് തന്നെ എന്റെ മകനെ പോലെ ആയി പോകരുത് നിങ്ങളുടെ മക്കൾ. എല്ലാവരും നട്ടൽ നിവർത്തി എത്രത്തോളം നട്ടൽ നിവരുന്ന അറിയാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. ആ പ്രാക്ടീസ് ആദ്യം തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ശ്വാസം ഉണ്ടോ? എതിലൂടെ എടുക്കുന്നത്? ശ്വാസം എതിലൂടെ എടുക്കുക? വെരി ഗുഡ്. മൂക്ക് കൂടി. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളെ നട്ടലില് മാക്സിമം നിങ്ങളുടെ എക്സസൈസ് എന്താണെന്നറിയോ? മൂക്കിലൂടെ മാക്സിമം ശക്തിയിൽ ശ്വാസം വലിക്കുക. ഞാൻ ഇങ്ങനെ കൈ പൊക്കുമ്പോൾ നിങ്ങളെല്ലാവരും മൂക്ക് കൂടി ശ്വാസം എടുക്കണം. ഓക്കെ, അമ്മമാരും എടുത്തോളി. നിങ്ങൾ ഈ വിഷ്ണുവിന്റെ ഒരു അവതാരം പോലെ തന്നെ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യണമെന്നറിയോ? നമുക്ക് ഈ നിമിഷം മുതൽ നിങ്ങൾ എല്ലാവരും മറ്റും വരാതിരിക്കാൻ ഞാൻ കൈ പൊക്കുമ്പോൾ എന്ത് ചെയ്യണം? മൂക്ക് കൂടി ശ്വാസം ഉള്ളിലേക്ക് അയച്ചു. റെഡിയാണോ? യെസ്, വെരി യെസ്, യെസ്. ഇതാണ് ശബ്ദം. ഇത്ര നേരം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഏതോ ഒരു സൈഡ് കൊണ്ടിട്ട പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ബ്രീത്ത് എടുക്കാൻ റെഡിയാണോ? ഞാൻ ബ്രീത്തിങ് ഇങ്ങനെ പറയുമ്പോൾ കൈ നിർത്തുമ്പോൾ അവിടെ നിർത്തണം. ഞാൻ റിലാക്സ് പറയുമ്പോൾ മാത്രം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ബൈ. ബ്രീത്ത് എടുക്ക്. ഡൗൺ. ഇതാ ബ്രീത്ത്. ഈ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെല്ലാം പൂക്കളുണ്ട് കേട്ടോ. ഈ ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കാഞ്ഞി വരണം നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക്. അത്ര പവറുമാണ് ശ്വാസത്തിന്. ഈ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ശ്വാസപ്രശ്നം വളരെ ഡേഞ്ചറാണ്. നിങ്ങൾ പേപ്പർ വായിക്കലുണ്ട? 25-നും 45-നും വയസ്സിനിടയിലുള്ള സകല ഭണ്ഡാരക്കാരന്മാരും മരിച്ചു പോവാ. മരിക്കുന്നതിന് എന്താ പറയുക? കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ശ്വാസകോശത്തിന്റെ ആരോഗ്യം നശിച്ചുപോയി. ആരോഗ്യം നശിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ബ്രീത്ത് എടുക്കുമ്പോൾ ജ്ഞാനം മൂക്കിലേക്ക് വലിഞ്ഞു വരണം. നിങ്ങൾക്ക് ജീവിക്കണോ മരിക്കണോ? ജീവിക്കണമെങ്കിൽ ശ്വാസം ഉണ്ടാവണം. ഒരു പ്രാവശ്യം കൂടി ഞാൻ പ്രാക്ടീസ് ചെയ്യിക്കാം. ഞാന് ബ്രീത്ത് എടുക്കുന്നതാണ്. ബ്രീത്ത് മനുഷ്യന്മാർ ഒരാൾ കാണിച്ചു തരണം. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേ പോകുള്ളൂ. മനസ്സിലായില്ല? നിങ്ങളുടെ ബ്രീത്ത് ശരിയല്ലെങ്കിലല്ലേ ഞാൻ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. ഒരു പ്രാവശ്യം കൂടി ബ്രീത്ത് എടുക്കണം. റിലാക്സ്. ബ്രീത്ത് എടുക്ക. നിൽക്കട്ടെ. റിലാക്സ്. ചേടാ, നിങ്ങൾ സൂപ്പറാണ്. ഞാൻ വിചാരിച്ചവരല്ല നിങ്ങൾ. ബ്രീത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു നിർത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേടിയ മനുഷ്യന്മാർക്ക് കേട്ടാ അത് നിങ്ങൾ വിട്ടുപോയതാണ്. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇത് തെളിയിക്കണം. ഓക്കെ, റിലാക്സ്. പൂർണ്ണമായിട്ട് റിലാക്സ് ചെയ്യും. ബ്രീത്ത് എടുക്ക. റിലാക്സ്. കണ്ട, ഇതാണ് ബ്രീത്ത്. ഇപ്പൊ നിങ്ങളെ ശരീരം നീർന്നു വന്നോ? നെഞ്ച് വിരിഞ്ഞു വന്നോ? ഈ ഒരു വിരിയലാണ്. നമുക്ക് എപ്ലസ് ആവശ്യമില്ല. ഈ ഒരു വിരിയൽ ആവശ്യമുള്ളൂ. ആജീവനം ജീവിക്കണ്ടേ? രണ്ടാമത്തെ പ്രത്യേകം എന്താ അറിയോ? ഇനി ആരും ആ നട്ടല് വളഞ്ഞു കൊടുത്ത് പറ്റൂല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ നോക്കട്ടെ. രണ്ടാമത്തെ പ്രത്യേകം എന്താ അറിയോ? മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റൂ. എല്ലാവരും എന്റെ കണ്ണിലേക്ക് നോക്ക്. എന്റെ കണ്ണിലേക്ക് നോക്കിയിരിക്കാൻ പറ്റുന്നുണ്ടാ? നേരെ. ഈ ഒരു നോട്ട് എപ്പോഴും ആവശ്യമാണ്. മൂന്നാമത്തെ പ്രത്യേകത ഇപ്പൊ മനുഷ്യന്മാരാണ് മനസ്സിലാവും. മൂന്നാമത്തെ പ്രത്യേകത മനുഷ്യന്മാർക്ക് മാത്രമേ കണ്ണിലേക്ക് നോക്കി ചിരിക്കാൻ കഴിയൂ. ചിരിക്കാൻ കഴിയുന്ന ഏക ജന്തു മനുഷ്യനാണ്. A+ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ എഴുതൂല. മനുഷ്യന്മാരെ കാണുമ്പോൾ ചിരിക്കാൻ പറ്റണം. Are you ready? Yes or no? Very good. എല്ലാവരുടെ കണ്ണിലേക്ക് നോക്ക്. പൊട്ടിച്ചിരിക്കി. ഞാൻ പറഞ്ഞില്ലേ, മൂത്ത വരാൻ കേട്ടോ നിങ്ങൾക്ക്. കാരണം എന്താ? നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കും, നിങ്ങൾക്ക് A+ ആവശ്യമില്ല. മനുഷ്യനെ കാണുമ്പോൾ ചിരിക്കാൻ കഴിയും. ഒന്നും കൂടി മനുഷ്യർ പരീക്ഷിക്കാൻ
ഞാൻ ഓരോരുത്തരെ ഒപ്പിച്ച് ചിരിപ്പിക്കണോ? വേണോ? വേണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും റിലാക്സ് ചെയ്യും. നട്ടല് നിവർക്ക്, എണ്ണ നോക്ക്, പൊട്ടിച്ചിരിക്ക്. കുറെ ഒരു കാര്യം ഉറപ്പാണ്, ആത്മാർത്ഥമായി ചിരിക്കാൻ കഴിയുന്ന 30% അമ്മയും കുട്ടികൾ മാത്രമേ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അവിടെ തന്നെയാണ് നമ്മൾ തിരുത്തപ്പെടണം എന്ന് പറയുന്നത്. കേരളത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം വിദ്യാർത്ഥികൾ അനുസരിക്കുന്നില്ല, വിദ്യാർത്ഥി ഉറങ്ങുന്നില്ല, തിന്നുന്നില്ല, കുടിക്കുന്നില്ല, എപ്പോഴും പരിഭവങ്ങളാണ് നമുക്ക്, അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളങ്ങനെയില്ല? നിങ്ങളമ്മ ഒന്നും പറയാറില്ല? നിങ്ങൾ ചേട്ടന് സ്വസ്ഥതക്കടില്ല ഉണ്ട് എങ്കിൽ ഇതാണ് പ്രശ്നം. നിങ്ങൾ മനുഷ്യന്മാരല്ല. അമ്മ ഇനിയിപ്പോ നിങ്ങളൊന്നും പഠിക്കണം, നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു. നിങ്ങൾ അമ്മ നിങ്ങൾ അടിക്കാറുണ്ടോ? വടിയെടുത്ത് അടിക്കാറുണ്ടോ? ചൂലെടുത്തിട്ടാണോ അടിക്കാറ്? ഇനി ചൂലും വടിയെടുത്ത് ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അമ്മ എന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോക്കാം. എന്റെ അമ്മ ഒരു മിനിറ്റ് എന്നിട്ട് അടിയിങ്ങനെ കൊടുക്കില്ല. ഒരു മിനിറ്റ് ഒരൊറ്റ ചിരി ചിരിച്ച ഏതമ്മക്ക് നമ്മൾ അടിക്കാൻ കഴിയാ? അല്ലെങ്കിൽ ഈ സ്കൂൾ 9ാം ക്ലാസ്സിലെ കുട്ടികൾ എന്തെങ്കിലും തോണ്ടാൻ വന്നായില്ലേ, നിങ്ങൾ അങ്ങോട്ട് വരും കേട്ടാ ഒരൊറ്റ ചിരി. ആ ചിരിയോട് കൂടി ഈ ലോകത്തിന്റെ സകല വസ്തുക്കളും. ശരിയാണോ തെറ്റാണോ? ടീച്ചർ അടിക്കാൻ വരുമ്പോൾ ഒരൊറ്റ തന്ത്രം കൂടി പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ അടിക്കാൻ വരുമ്പോൾ ടീച്ചർ ഒരു മിനിറ്റ് പണ്ടാനടങ്ങി. അപ്പൊ നമ്മൾ മനുഷ്യനല്ലാതായി മാറിപ്പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ടീച്ചറെടുത്ത് നിന്ന് അടി കിട്ടുന്നതും നിങ്ങൾ വേണ്ടാത്ത ലോകത്തേക്ക് സഞ്ചരിക്കുന്നത്. അപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾ എന്തെല്ലാം ചെയ്യാം? എനിക്ക് പറയട്ടെ, നിങ്ങൾക്ക് ബൈക്ക് ഇഷ്ടമുണ്ടോ? ബൈക്ക് ഇഷ്ടമാണോ? വെരി ഗുഡ്. നിങ്ങൾ ഏട്ടന്മാർക്ക് ബൈക്കുണ്ടോ? നിങ്ങളെ നാട്ടുകാർക്ക് ബൈക്കുണ്ടോ? ഏത് രീതിയിലുള്ള ബൈക്ക്? യെസ്. ഇങ്ങനെ ഒരു ചെരമേല ഇരിക്കുന്ന ഇങ്ങനത്തെ ബൈക്കാണോ? നിങ്ങൾക്ക് അതാണ് ഇഷ്ടം? ഞാൻ പറഞ്ഞതും ആ ബൈക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോ. നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ ബൈക്ക് ഓടിക്കുന്നു ഞങ്ങൾക്കറിയാം. അതിനു മുമ്പേ ബൈക്ക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ പിടിച്ച് ചെയ്യില്ല. കുട്ടികൾ മാത്രമല്ല, അല്ല നിങ്ങൾ ബൈക്ക് ഓടിക്കണം കേട്ടോ. ശരിക്കും ഞാൻ പറയാം, നിങ്ങളെ സൈഡാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്നറിയോ? നിങ്ങൾ ഇപ്പം ബൈക്ക് ഓടിക്കുക. ബൈക്ക് ഓടിച്ചാൽ എന്താ ഗുണം എന്നറിയോ? നിങ്ങൾ എന്തായാലും ചെയ്യും. പിന്നെ ഒരു ഗുണം എന്നറിയോ? ഫ്രീ ആയിട്ട് നിങ്ങൾ അച്ഛനും അമ്മയും പയ്യന്നെ ജയിലിൽ വരും. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ബൈക്ക് ഓടിച്ചാൽ അച്ഛനും അമ്മയും ജയിലിൽ പോകുന്ന പുതിയ നിയമം എന്ത് ചെയ്യും? നിങ്ങൾക്ക് അച്ഛനും അമ്മയും ജയിലിൽ കൊടുക്കണമെങ്കിൽ നിങ്ങളൊന്ന് ജയിലിൽ കിടക്കാൻ തയ്യാറായാൽ മതി. ബാക്കി അച്ഛനും അമ്മയും എടുത്തേക്ക് വന്നോളൂ. അപ്പൊ വീണ്ടും കുടുംബസമേതം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിലിരിക്കാൻ പറ്റും. ജയിലിൽ ക്ലാസ്സിലുണ്ട്. ഓക്കെ, ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ? അപ്പൊ ഒരു കാരണം എനിക്ക് ആ കുട്ടികളോട് പറയാനുള്ളത്, നമുക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ പറക്കുന്ന ബൈക്കുമ്പോ പോകുന്ന കുട്ടികളെ ഇഷ്ടം, അല്ലേ? അങ്ങനെ ഈ ചിലപ്പോ അതിന്റെ ബേക്കിൽ ഇരിക്കുന്ന മനുഷ്യൻ കുട്ടീനെ കണ്ടില്ല, ഒരു ഉപ്പും ചാക്ക് പുറത്തിട്ട അങ്ങനത്തെ രസമില്ലേ? അങ്ങനെ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല. നിങ്ങൾക്ക് അങ്ങനെ പുറത്ത് ഉപ്പു ചാക്ക് പോലെ പോകാൻ ഇഷ്ടമില്ല. അല്ലെങ്കിൽ വേറെ ബൈക്കിൽ ഇങ്ങനെ ഒരു മതിലുമ്പൽ ഇങ്ങനെ ഇരുന്ന് പോകുന്നൊരു സാധനം കണ്ടിട്ടില്ല. യെസ്, ഒരു കാര്യം ഉറപ്പിച്ചോ, അതിനോട് നിങ്ങൾക്ക് കൊതി തോന്നിയിട്ടുണ്ട് എങ്കിൽ, ആ ബൈക്കിന്റെ പുറകിൽ ഇരുന്ന് പോകാൻ നിങ്ങൾക്ക് കൊതി തോന്നിയിട്ടുണ്ട് എങ്കിൽ, ആ ബൈക്കിൽ ഇരുന്ന് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങളുടെ ജീവിതം 12 കൊല്ലം കൊണ്ട് അവസാനിക്കും. ചത്ത് വയ്ക്കേണ്ട സാധനമില്ല, കുഴിച്ചിട്ട് നിങ്ങൾ ചാവൂല. നിങ്ങൾ ഈ സൈഡിൽ L4 L5 എന്നുള്ള 2 എല്ലുണ്ട്, അതങ്ങ് തൊട്ടു. ഇങ്ങനെ ഇരുന്ന മനുഷ്യന്മാർ എങ്ങനെ പോകണമെന്നാ പറഞ്ഞത്? മനുഷ്യന്മാർ എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞത്? ബൈക്ക് ഓടിക്കുമ്പോഴും ഇങ്ങനെ ഇരിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും തോറും ഇപ്പൊ ഗണ വെച്ച് കാണും. ഇപ്പോഴേ മിംസിലോ അല്ലെങ്കിൽ ഇക്കറയിലായിട്ട് റൂം ബുക്ക് ചെയ്തോളി. കാരണം 12 വരെ കഴിഞ്ഞാൽ ഊരയില്ലാണ്ട് ഇങ്ങനെ മരന്ന് കിടന്ന് ഇളകുമ്പോ വേദനയാവുന്ന മനുഷ്യ കുട്ടികളായി നിങ്ങൾക്ക് മാറാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനുഷ്യ കുട്ടികളാവണം. തീർച്ചയായും ബൈക്ക് ഓടിക്കുമ്പോൾ ഏത് രീതിയിൽ ബൈക്ക് ഓടിക്കണ്ടെന്നല്ലേ നമ്മള്? ബൈക്ക് ഓടിക്കുമ്പോ നട്ടല് നിവർത്തിയിരിക്കണം. പണം മനസ്സിലായല്ലോ? അപ്പൊ ഒരു കാരണവശാലും നിങ്ങളെ കുട്ടികളുടെ രീതിയിൽ ആ ബൈക്കുമ്പോ പോകുന്ന പോട്ടെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും പോട്ടന്റെ ജീവിതവും നശിച്ചു പോകുമെന്ന് മനസ്സിലാക്കി. ഇതാരും പറഞ്ഞു തരാത്തത് കൊണ്ടാണ്. ആ ബൈക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള ബൈക്കാന്നറിയോ? എന്തിനു വേണ്ടി ബൈക്കാ? അത് റേസിങ്ങിന് ഉപയോഗിക്കുന്ന ബൈക്കാ. അതിൻ്റെതായ ട്രാക്ക്, അതിൻ്റെതായ സ്യൂട്ട്. അല്ലാണ്ട് എപ്പോഴും കുണ്ടുള്ള റോഡ്, മാവൂർ റോഡും കൂടി പോകാൻ വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ
15-12 കൊല്ലം കഴിഞ്ഞാൽ ഊരുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇനി നാലാമത്തെ പ്രത്യേകത നട്ടല്, കണ്ണ്, ചിരി. നാലാമത്തെ പ്രത്യേകത സങ്കടം വരുമ്പോൾ കരയണം. മനുഷ്യന്മാർക്ക് സങ്കടം വന്നാൽ കരയുന്ന ഒരു കുട്ടിയും ഇവിടെ നശിച്ചു പോയിട്ടില്ല. 4ാം ക്ലാസ്സിലെ കുട്ടി ടൂറിന് വിടാനിട്ട് തൂങ്ങി മരിച്ച നാടാണ് ഞങ്ങളെ കോഴിക്കോട് നാട്. 4ാം ക്ലാസ്സിലെ കുട്ടീനെ ടൂറിന് വിടാത്തതിന് തൂങ്ങി മരിച്ച നാടാണ് നാട്. അപ്പൊ നിങ്ങൾക്ക് എത്ര വയസ്സായി? 12 ആണെങ്കിൽ നിങ്ങളെപ്പ മരിക്കുമെന്നില്ല എന്റെ ടെൻഷൻ. കാരണം 4ാം ക്ലാസ്സിലെ ചെക്കനെ ടൂറിന് വിടാനിട്ട്. രണ്ടാമത്തെ ഈ മാവൂരല്ല, ആ ഹൈലൈറ്റ് മാളിന്റെ അപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ ഒരു ചെക്കനുണ്ട്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ. അവൻ ബിൽഡിംഗും പിന്നെ മേലെ നിന്ന് താഴേക്ക് ചാടി മരിച്ചു. പോലീസ് ഓടിയെത്തി. അവന്റെ മുഖവും ശരീരം ഇങ്ങനെ ഒരു എന്താ പറയാ തുണി ആനയിട്ട് അവനിങ്ങനെ കിടക്കുക ചെക്കൻ. ആ പോലീസ് അതൊക്കെ എടുത്ത് നോക്കി അവന്റെ കീശയിൽ നിന്ന് കിട്ടിയ കടലാസ് തുണ്ടുണ്ടായിരുന്നു. ആ കടലാസ് തുണ്ടിൽ 7ാം ക്ലാസ്സുകാരൻ എഴുതി വെച്ചതെന്നറിയോ? ഞാൻ വിട പറഞ്ഞു. വിട വിട. അതിന്റെ അടിയിൽ എഴുതിയ എന്തിനാ വിട പറഞ്ഞെന്നറിയോ? അവന്റെ അക്വീറത്തിലെ മീൻ മരിച്ചു പോയി. 7ാം ക്ലാസ്സിലെ കുട്ടി അക്വീറത്തിലെ മീൻ മരിച്ചതിന് 12ാമത്തെ തട്ടിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ച കുട്ടിയുള്ള നാടാ കോഴിക്കോട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കാര്യം ഇനി എങ്ങനെ മരിക്കുന്നു? തൂങ്ങി മരിക്കുന്നു, ബിൽഡിംഗിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കുന്നു. എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഞാനും നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോ ദിവസവും കാണുന്ന സാധനം എന്താ? റോഡ് വന്ന് വീണ സാധനം. ഇന്നലെ ഞാൻ വടകര ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോ ആ മൂരാട് പാലത്തിന്റെ ഇപ്പുറത്തില്ലേ, എന്ത് രസമെന്നറിയോ? നിങ്ങൾ കാണണം. ചില സമയത്താണ് ഞാനോട് വരണം കേട്ടോ, പോലീസ് സ്റ്റേഷനിൽ വരണം. നമുക്ക് ഒന്നിച്ച് ഈ നാടിനെല്ലാം കറങ്ങണം. ഞാൻ മൂരാട് പാലത്തിനടുത്ത് പോലും മൂരാട് പാലത്തിനടുത്ത് ഒരു ബൈക്ക് 16 വയസ്സിലെ ചെക്കൻ അച്ഛൻ കൊടുത്ത ബൈക്ക് ഇങ്ങനെ പോകുമ്പോൾ ഒരു കാറോട് അങ്ങ് ഇടിച്ച് ചെക്കൻ കടകടകടകടാന്നിങ്ങനെ സിനിമയിലെല്ലാം കാണുന്നവരിങ്ങനെ കറങ്ങി കടാന്നിങ്ങനെ എന്തിന് വാ തുറന്ന് ഭക്ഷണം കഴിക്കാൻ, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇളകുമ്പോഴും വേദന കൊണ്ട് പുളയുന്ന 16 വയസ്സാണ് എനിക്ക് കാണുന്നത്. ഇത് കാണണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിന്റെ 2ാമത്തെ വയസ്സ് ഇവന്റെ മുഖം പോയി പാളീസായി. മറ്റേ കാറിനോട് കുട്ടിയോട് കാറ് പപ്പടം എന്ന് പറഞ്ഞ് പൊട്ടിപ്പോയി. ഇനി ആ കാറ് നന്നാക്കി കൊടുക്കണം ഈ പണ്ടാരക്കാരൻ. ആ കാറുള്ളവരെ പരിക്ക്. ഇനി ആ കാറുള്ള മരിച്ചിട്ടുണ്ടെങ്കിലേ കോടിക്കണക്കിന് ഉറുപ്പ്യ ഈ ചെക്കൻ കൊണ്ടുവന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വാഹനം ഓടിക്കരുത് എന്ന് നിയമമുള്ള നാട്ടിൽ ഈ ചെക്കൻ ആരാ ബൈക്ക് കൊടുത്തത്? കൊണ്ട് അച്ഛൻ. ഓനും ജയിലിൽ പോവും, ഓന്റെ അച്ഛനും ജയിലിൽ പോവും, ഓന്റെ അമ്മയും ജയിലിൽ പോവും. വീട് കൊടുക്കാൻ പറഞ്ഞ നഷ്ടപരിഹാര തുക ആ അച്ഛനും അമ്മയും കൊടുക്കും. അപ്പൊ അച്ഛനും അമ്മക്ക് 4 സെന്റ് വീടേ കിട്ടും. 4 സെന്റ് വീടും ആ വീടും എങ്ങനെ വിറ്റാലും 12 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ബാക്കി 88 ലക്ഷം ഉറുപ്പ്യ ഇടുന്ന ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കുക. ജീവിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമുണ്ടോ? അതുകൊണ്ട് ഓർമ്മിച്ചു നിങ്ങൾ മനുഷ്യർക്ക് നിങ്ങൾക്ക് മനുഷ്യനായി ജീവിക്കണം. 18 വയസ്സ് എന്നുള്ളൊരു വയസ്സിൽ ലൈസൻസ് കിട്ടാതെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടിയും വാഹനം ഓടിക്കരുത്. ബൈക്ക് പഠിക്കണ്ട, മതി. അപ്പൊ 18 വയസ്സിന് താഴെ കുട്ടി ബൈക്ക് ഓടിക്കുമ്പോ നിങ്ങൾക്ക് അവനോട് അങ്ങനെ ഓടാനുള്ള കൊതിയല്ല നിങ്ങൾക്ക് തോന്നേണ്ടത്. നിങ്ങൾക്ക് എന്താ തോന്നേണ്ടത്? പൊട്ടൻ, മരിക്കാനായി നടക്കുന്ന പൊട്ടൻ എന്ന് തോന്നുന്ന മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഞാനോടി കൂടണം. നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണം. അവിടെ കാണാൻ എന്ത് രസം. എവിടെയോട് നിങ്ങൾ ഇത്ര മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോയില്ല. ആടുന്ന അസ്ഥി വിഭാഗത്തിൽ പോണങ്ങള് ഈ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഓരോ ചങ്ങയെ കാണാൻ എന്തെങ്കിലും രസത്തിലാണ്. ഏഞ്ചിനെ കെട്ടി വെച്ച പോലെ എന്ത് രസത്തോട് ചോദിക്കണം എങ്ങനെയാ പറ്റിയെന്ന്. മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കണം. ഈ കിളുന്നില്ല. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നത് പറ്റൂല. എല്ലാ ചോദ്യത്തിനും കണ്ണിലേക്ക് നോക്കി ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്നാണ് ഉത്തരം. എന്താ ഉത്തരം? യെസ് ഓർ നോ. ഇനി ഭക്ഷണം കഴിക്കണം. വെരി ഗുഡ്. കണ്ണിലേക്ക് നോക്കിയാൽ ഭക്ഷണം. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ?
ശക്തി കൊണ്ടോ പിന്നെ ചോദിച്ചിട്ട് പിടിക്കുന്നത് നിങ്ങളെ പേരെന്താ? വെരി ഗുഡ്. ഇനിയും ശക്തി വേണം. ഓക്കെ, ആ ശക്തി വേണം. അത് ഇനി ഈ ശരിക്കും ബസ്സിനെല്ലാം പീഡനം എന്നെല്ലാം കേട്ടില്ല നിങ്ങൾ? ബസ്സിലെ പെണ്ണിനെ പീഡിപ്പിച്ച് അങ്ങനെ എന്താ അമ്മേനെ പീഡിപ്പിക്കുന്നല്ലോ, അതങ്ങനെ പീഡിപ്പിക്കുന്ന ഈ സ്വഭാവം കൊണ്ട് തന്നെ ബസ്സിൽ കണ്ടക്ടർക്ക് പൈസ കൊടുത്ത കണ്ടക്ടർ ചില്ലറുണ്ടോ? നിങ്ങള് കണ്ടക്ടർ എന്നാ വിചാരിക്കുക? വിചാരിക്കോ ഇല്ലയോ? അതുകൊണ്ട് ഇന്ന് മുതൽ എന്നുള്ള ഒച്ചയില്ല. എന്തേ ഉള്ളൂ? യെസ് ഓർ? അപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഞാൻ എന്നാലും ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് തരാം. നമ്മൾ വന്നതല്ലേ ഏതായാലും. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ കൂടി അമ്മമാരോടും കുട്ടികളോടും അച്ഛന്മാരോടെല്ലാം ഞാൻ ചോദിച്ചു. ഒരൊറ്റ ഒരാളും എന്നോട് നോ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, സോറി എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ, എല്ലാവരും യെസ് ചോദിക്കുന്ന ചോദ്യത്തിന് മുഖത്തേക്ക് നോക്കിയിട്ട് ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന സാധനം ഞാൻ വാങ്ങിക്കും. നിങ്ങൾ ഈ മാവൂർ ടൗണിൽ കിട്ടുന്ന എന്ത് സാധനവും ഞാൻ നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. ആർ യു റെഡി? യെസ് ഓർ നോ? അതിന് ശക്തിയില്ലേ? യെസ് നോ, മനസ്സിലായില്ലേ? ഒരു കൂടി ഞാൻ ചോദിക്കാം. ആർ യു റെഡി? ഞാൻ പറയില്ലേ, ആദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു, അത് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞു കുറച്ച് നന്നാകുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ നന്നാവും. ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ റെഡിയാണല്ലോ? നല്ല ബുദ്ധിയാണ്. അപ്പൊ നിങ്ങൾ ഇനിയും നന്നാക്കി. ഇനി ഇവിടുത്തെ മാഷന്മാർ അടിയിലങ്ങ് കിട്ടുമ്പോഴേ നിങ്ങൾ നീന്നിങ്ങനെ വരും. അപ്പൊ സംഭവം മനസ്സിലായല്ലോ? യെസ്. അപ്പൊ ഇന്ന് മുതൽ സങ്കടം വരുമ്പോ കാര്യങ്ങൾ വേണം. ആ അക്കരത്തിൽ മീൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയാം മീൻ വേണം. മനസ്സിലായില്ലേ? അച്ഛൻ തന്നില്ലെങ്കിൽ അങ്ങോട്ടെല്ലാം തേങ്ങ കട്ടിട്ട് മീൻ വാങ്ങുക. അല്ലാണ്ട് മേലെ ബിൽഡിംഗ് വന്ന് ചാടി ചാവുമല്ല വേണ്ടത്. നിങ്ങൾ ചത്താൽ ആർക്കും നഷ്ടമില്ല കേട്ടോ. നിങ്ങൾ ചത്താൽ ആർക്കാ നഷ്ടം? നിങ്ങൾ അച്ഛനമ്മക്ക് ഒരു നഷ്ടമില്ല. നിങ്ങൾ ഏട്ടന് നഷ്ടമുണ്ടാ? ഏട്ടത്തേരും ഭാഗ്യം രക്ഷപ്പെട്ട് അച്ഛന്റെ ബൈക്ക് എനക്കെന്നെടുക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അച്ഛന്റെ സ്വത്ത് എനക്കെന്നെടുക്കുക എന്നുള്ള ചിന്ത ഈറ്റേക്ക് നമുക്ക് ഒരൊറ്റ കുട്ടി മരിക്കരുത്. അത് അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് മുതൽ ഇനി മറ്റേച്ചൊക്കെ ടൂറിന് വിടാനായിട്ട് മരിക്കണമില്ല. ഒരു 18 വയസ്സായിട്ട് പണിക്ക് പോയിട്ട് അച്ഛന്റെ മുന്നിൽ കൂടി ടൂർ പോയിക്കൂടെ? ഞാൻ ടൂർ പോയിട്ട് വരാം കേട്ടോ, പുറത്തു പോയാൽ പോരെ? ഈ 4 വയസ്സുള്ള മരിക്കണം. അങ്ങനെ മരിക്കുവാണെങ്കിൽ ഈ വാർത്ത പത്രത്തിൽ നിന്ന് കണ്ടിരുന്ന ആ വാർത്ത കണ്ടിരുന്നോ? ആ വാർത്ത എന്റെ 92 വയസ്സുള്ള അമ്മ കണ്ടപ്പോയില്ലേ ചിരിച്ച് മരിച്ചു. എന്നിട്ട് അമ്മ കുട്ടി മരിച്ചിട്ട് അമ്മ ചിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞ ഞാൻ ചിരിച്ചത് അതിനല്ല, അങ്ങനെ ടൂർ വിടാനിട്ട് മരിക്കുകയായിരുന്നു എങ്കിൽ ഇനി എത്ര കൊല്ലം മരിക്കണമായിരുന്നു. കാരണം എന്റെ അച്ഛൻ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ടൂറിന് വിട്ടിട്ടേ. പക്ഷെ ഞാനിങ്ങനെ ശ്രമിച്ചോട്ടേയിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ ഭയങ്കര തന്ത്രജ്ഞനായിരുന്നു, അതുകൊണ്ട് വിട്ടില്ല. പക്ഷെ എന്റെ അമ്മക്ക് എന്നെ വെള്ളം ആഗ്രഹം ഉണ്ടായിരുന്നു ടൂറിന് വിടാൻ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ? എന്റെ അച്ഛനെ കണ്ടെടുത്ത നിങ്ങൾക്ക് എങ്ങനെയാ അച്ഛൻ അങ്ങനെ പോരാന്ന്? അങ്ങനെ അച്ഛനെങ്ങനെ അല്ലേ? നമ്മൾ പറയുന്നതെല്ലാം ലോണെന്ന് പറയാം. അല്ല അച്ഛൻ അങ്ങനെയൊക്കെ പറയില്ലേ? ടൂർ പോണ്ട രാവിലെ എണീക്ക് ഇങ്ങനെ ദിവസങ്ങൾ ചോദിക്കും. എനിക്ക് എന്റെ അച്ഛനെ ഡിഗ്രിക്ക് പഠിക്കുന്നവരെ കണ്ണെടുത്താൽ കണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇല്ലേ അച്ഛനാണ് ദൈവം. കാരണം എന്താ പറയാ, ഞാൻ അല്ലെങ്കിൽ 4ാം ക്ലാസ് ടൂർ പഠിക്കലേ ഞാൻ കോട്ടാൻ തൂങ്ങിയിരിക്കില്ലായിരുന്നു. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞത് വിടൂല്ല എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ മുഹമ്മദിനെ വെട്ടിക്കിട്ടെ എന്നെ വിടുന്നു. എന്റെ തങ്ങട്ടല്ല ഒരു മുഹമ്മദ് ഓന്റെ ബാപ്പ പറഞ്ഞത് ഇംഗ്ലീഷിനെ വെട്ടിക്കിട്ടെ ഇന്നെ വിടുന്നു. ഈ 2 അച്ഛനുമാർ തമ്മിലുള്ള തന്ത്രയുന്നത് അത് വിനിയാക്കിയിരുന്നു. ഭയങ്കര ഗുണം തന്നെ. അമ്മ പറഞ്ഞതാണ്, അമ്മ പറഞ്ഞ അച്ഛൻ വിട്ടാ എനിക്ക് പോവാനോ, ഇനി ഒന്ന് കരഞ്ഞോക്ക്. അങ്ങനെ ഞാൻ അച്ഛന്റെ മുമ്പ് നിന്ന് കരയാൻ തുടങ്ങി. ടൂറ് കുറേ ഞാൻ കൂരങ്ങളെ അച്ഛനില്ലേ ഞങ്ങൾക്ക് ഒരു ഭാവം വ്യത്യാസമേ. അപ്പൊ എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, നീ കമന്ററി പറഞ്ഞൊന്ന് കരഞ്ഞോ. അങ്ങനെ എനിക്കൊരു ആവേശമായി ഞാൻ കമന്ററി തുടങ്ങി. എന്നെ എന്തിന് ജനിപ്പിച്ചു? മനസ്സിലല്ല, മുഹമ്മദ് പോന്നു, ആയിഷ പോന്നു, ബിന്ദു പോന്നു, എന്നെ എന്നോടോന്നും പറഞ്ഞ ഒരു അച്ഛനാണ്. ക്രൂരനായ അച്ഛനില്ലേ, ഒരു കൂത്തലുമില്ല. അവസാനം കരഞ്ഞ് തളർന്ന അവസരം എന്റെ അച്ഛൻ എന്റെ മുമ്പിലേക്ക് ഒരൊറ്റ വരുത്താണ്. എന്നോട് ചോദിച്ചു, എനിക്കാ എന്റെ മുതന്തനില്ലേ, ഞാൻ വേഗം എനിക്ക് ഓടാ
മനസ്സിലായില്ല. ഓണാവണം ഞാൻ ഓടി പിന്നെ പറയാ ടൂറിന് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പോകുന്നില്ല, വേറൊരു വാർത്താൻ ഇങ്ങോട്ട് പറയണ്ടെന്ന്. അപ്പൊ സംഗതി എനിക്ക് മനസ്സിലായി. ഇത് ഇക്കൊല്ലം ടൂറിനില്ല. ഞാനൊന്ന് ദേഷ്യം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിലൊരു ദേഷ്യം ഉണ്ടാവില്ലേ? അച്ഛനെ അടിക്കാൻ പറ്റുമോ? ഞാനിങ്ങനെ ഒരു നായ എന്നെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നത്, ഒരു പല്ലെടുത്ത് അങ്ങനെ നായ എന്നോട് പിന്നെ എന്തോ ഒരു കുടുംബം എന്നെ കീഴോടെ അങ്ങ് പോയി. പിന്നെ ഉടുപ്പില്ലാണ്ട് ഞാൻ പിന്നെയും നടന്നു പോയി. എന്നോട് അച്ഛനോടും ടൂറിനോടും ഒരു വിഷമമില്ലായിരുന്നു. ആ കരച്ചലോട് കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇന്ന് മുതൽ കരയേണ്ടടുത്ത് കരയണം. പരീക്ഷയിൽ മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കണ്ട, ബാത്റൂമിൽ പോവാൻ നിലവിളിക്കുക. പുറത്തു വന്നില്ല, പരീക്ഷ പോയിക്കണ്ട, ചിരിച്ച് മരിച്ചു. എല്ലാവർക്കും പരീക്ഷ തോന്നാനൊന്നും മരിക്കണ്ട. മൊബൈൽ ഫോൺ കിട്ടിയില്ല മരിക്കണ്ട. 18 വയസ്സായിട്ട് പണിക്ക് വെച്ച് മൊബൈൽ ഫോൺ കൊണ്ട് നടക്കണം നമ്മള്. അല്ലാണ്ട് അച്ഛനൊന്നും വിചാരിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ പണ്ടേ മരിക്കേണ്ടതായിരുന്നു. ഇനി എന്റെ അച്ഛനൊരു പ്രശ്നം അറിയോ? പരീക്ഷയിൽ മാർക്ക് പറഞ്ഞാൽ ചങ്ങായിക്ക് ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് എങ്ങനെയാ? ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്കില്ല അങ്ങനെ? എനിക്കൊരു സംഭവം ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും നമ്മളെ ഒരേപോലെ തന്നെ കേട്ടോ, ഒന്നും പിടിക്കണ്ട. പക്ഷെ ഞാൻ മരിക്കാതിരിക്കാൻ കാരണം ആരാണ് നിങ്ങള്? എനിക്ക് 1ാം ക്ലാസ് പഠിപ്പിച്ചൊരു സൂഫി മാഷ്. ആ മാഷാണ് എന്റെ ദൈവം. മാഷ് 1ാം ക്ലാസ്സിൽ എന്നോട് പറഞ്ഞതെന്നറിയോ? ക്ലാസ്സിൽ വരുമ്പോ പാടണി ചിത്രം അങ്ങനെ ഉണ്ടല്ലേ? എന്താ സൂഫി മാഷ് സ്റ്റാൻഡപ്പ് സിറ്റാന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ആദ്യം പറഞ്ഞ വർത്താനം, എല്ലാവരും നല്ലോണം പഠിക്കണം. ഞാൻ പറഞ്ഞു അതാ പഠിക്കാൻ. നിങ്ങളോട് അങ്ങനെ നല്ലോണം പഠിക്കണം. നിങ്ങളെ മനസ്സിൽ എന്താ ഉണ്ടാവാ? അങ്ങനെയല്ല ഉണ്ടാവാ. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല എന്റെ മനസ്സ് തന്നെ കേട്ടോ നിങ്ങളെ മനസ്സ്. ഞാൻ വിചാരിച്ചല്ല നിങ്ങളും വിചാരിക്കുന്നില്ലേ? അങ്ങനെ സൂഫി മാഷ് നമ്മൾ പറഞ്ഞു നല്ലോണം പഠിക്കണം. പഠിക്കുന്നു. പക്ഷെ സൂഫി മാഷ് രണ്ടാമത് പറഞ്ഞു, പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പൊട്ട. പഠിച്ചിട്ടില്ല എങ്കിൽ തോക്കും പോലും. അപ്പൊ ഞാനല്ലോ ഞങ്ങൾ പഠിക്കുമല്ലോ, പിന്നെ ഞങ്ങൾ തോക്കൂലല്ലോ. ഒന്ന് ആയിക്കോട്ടെ. മാഷ് 3ാമത് പറഞ്ഞതറിയോ? തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട. തോറ്റാൽ അടിക്കും പോലും. സംഗതി നമുക്ക് അന്നേരം മനസ്സിലായി. 4ാമത് പറഞ്ഞു. അതെല്ലാം പറഞ്ഞപ്പോ എന്റെ മുഹമ്മദ് എന്നോട് പറഞ്ഞതറിയോ? അങ്ങനെയാ മാഷ് പൊട്ടാൻ വിളിക്കുക. മാഷ് പൊട്ടാൻ വിളിക്കാൻ പാടില്ല. ഉടനെ ഞാൻ വീട്ടിലേക്ക് കൂടി എന്റെ അച്ഛനോട്, അച്ഛൻ എന്താ പഠിപ്പിച്ചത്? ഞാൻ സ്റ്റാൻഡേർഡ് സെറ്റാണ്. വീണ്ടും മാഷ് പറഞ്ഞു, മാഷ് പറഞ്ഞു നല്ലോണം പഠിക്കണം പൊട്ട. പഠിച്ചാൽ തോക്കും പൊട്ട. തോറ്റാൽ ഞാൻ അടിക്കും പൊട്ട എന്ന് 3 വാക്ക് അച്ഛൻ പറഞ്ഞപ്പോ മുഹമ്മദ് എന്നോട് മറ്റേ പറ പൊട്ടൻ എന്ന് വിളിച്ചത് ശരിയാണോ ഓർപ്പല്ലേ? ഞാൻ എന്റെ അച്ഛനോട് ചോദിച്ചു, അച്ഛ മാഷ് കുട്ടികളെ പൊട്ട എന്ന് വിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. വിളി എന്ന് പറയുമ്പോൾ തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞൊരു മറുപടി 1ാം ക്ലാസ്സിലെ ചെക്കനോട്, എന്റെ കൂരനായ അച്ഛൻ പറഞ്ഞതറിയാമോ? എന്നാ ഒരു കാര്യം എനിക്ക് മനസ്സിലായിരിക്കും, മാഷ അടിയും കിട്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇന്നെ ഞാൻ കൊല്ലും മരപ്പൊട്ടാന്ന്. അതുകൊണ്ട് തന്നെ 8ാം ക്ലാസ്സിൽ പെരക്ക് കൊല്ലല്ല. അത് പരീക്ഷ പേപ്പർ തരുന്നു, മാർക്ക് 4, വണ്ടർഫുൾ അടിച്ചോളൂ. എന്താ കാരണം എന്താ? മാർക്ക് പണ്ടേ പഠിപ്പിച്ചിട്ട് തോറ്റാൽ അയാൾ തുടച്ച് വീട്ടിലേക്ക് പോകുമ്പോ അച്ഛൻ ചോദിച്ചു പേപ്പർ കിട്ടിയോ? മാഷ് അടിച്ചു. എന്നെ ഇതൊരു അച്ഛനോട് ഞാൻ മാഷ് അടിച്ചിരുന്നു. ഒരു അടി ഞാൻ താങ്ങിയിട്ടുണ്ടെങ്കിലും അച്ഛനോട് ഞാൻ അടിച്ച പറഞ്ഞിട്ടില്ല. അതെന്താ പറയാതിരുന്നത്? പറഞ്ഞാല് അച്ഛൻ കൊല്ലും. വെറുതെ എന്തിനാ മരിക്കുന്നു? മരിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങള് തോറ്റാൽ നമ്മളെ ശിക്ഷിക്കാനും ശാസിക്കാനും അവകാശം അധ്യാപകർ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലേ, ഇവരെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ആയിക്കാറുണ്ട്. ഇവരൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് ആലോചിച്ചത് ഞാൻ ആ കഞ്ചാവാനായിട്ട് ചാണിക്കുണ്ടിലാട്ടം കിടക്കുന്നുണ്ടാവും. എന്നൊക്കെ നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ ഏറ്റവും നല്ല ചങ്ങയിനെ കിട്ടുകയില്ല. കാരണം ഞാനിങ്ങനെ കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിക്കാണ്ട് പൊട്ടനായിട്ട് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താ അറിയോ? ആ ശത്രുവായ അച്ഛനാണ്. ആ ശത്രുവിനെ എനിക്ക് ഇന്ന് സ്നേഹമാണോ അല്ലയോ? ആ അച്ഛനെ ഞാൻ ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കൊതിയുന്നത്. കാരണം അറിയോ? അല്ലായും അപ്പൊ നിങ്ങളെ പഠിക്കാതിരുന്നാൽ നിങ്ങളെ ശാസിക്കണ്ടെന്നാണ് നമ്മൾ പറയുന്നത്, നിങ്ങളെ ശിക്ഷിക്കേണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഒറ്റ കാര്യം മാത്രമേ ടീച്ചറോടും രക്ഷാകർത്താക്കളോടും നിങ്ങളോടും പറയാനുള്ളൂ. എന്താ പറയാനറിയോ? ഈ ശിക്ഷിക്കുമ്പോൾ അടിക്കുമ്പോയില്ലേ, നുള്ളുമ്പോയില്ലേ, നിങ്ങൾ അച്ഛനൊന്നും അടിക്കലൊന്നുമില്ല. എന്താ? പക്ഷെ എന്താ പ്രശ്നം അറിയാം? എന്തിനാന്ന് നമുക്ക് എന്നെല്ലാം കൃഷ്ണമായിട്ട് എന്തിനല്ലോ അടിച്ചു. എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ അടിച്ചെന്തിനാന്ന് മനസ്സിലായില്ല.
ഇല്ല. അതുകൊണ്ട് തന്നെ എന്റെ വാശി എന്തായാലും എന്റെ മകൾ ആരെങ്കിലും തല്ലുമ്പോൾ ടീച്ചറെ തല്ലണം എന്നാണ് എന്റെ ആഗ്രഹം. തല്ലിയിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തല്ലുന്നതെന്ന് കുട്ടിയോട് പറയണം എന്റെ ആഗ്രഹം. ക്ലാസ്സിൽ വൈകി വന്നതിന് തട്ടാന്ന് നമ്മൾ കൊടുക്കുക. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ക്ലാസ്സിൽ വൈകി വന്നാൽ കിട്ടും, നാളെ നേരത്തെ വരണം. മനസ്സിലായില്ലേ? എല്ലാവരും കാര്യം വരുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിച്ചിട്ടാണ് നിങ്ങൾ എന്തിനാണ് ഈ നേരത്തെ പൈസ അച്ഛൻ്റെ പൈസ കട്ടതിനാണോ അതല്ല ഈ നോട്ട് എഴുതാത്തത് എന്തിനാന്ന് മനസ്സിലാവില്ല. അപ്പൊ കുറെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് തിരിയില്ല, മനസ്സിലാവില്ല. അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ട് കൊടുത്താൽ എന്റെ കാര്യം മനസ്സിലാവും. ശരിയാണോ? ഞാനിത് എന്റെ 6ാം ക്ലാസ് പഠിക്കുന്ന മോളെ കാര്യത്തിൽ എന്റെ ഭാര്യയോട് പറയും കേട്ടാ. ഞങ്ങൾ ഭാര്യ നീ കുട്ടീനെ തല്ലുമ്പില്ലേ പറഞ്ഞിട്ടാണ് എന്തിനാണെന്ന് പറയണം. ഇത് വികൃതി കളിച്ചതിന് കുട്ടികളെ വികൃതി കളിക്കാൻ അടി കിട്ടും അല്ലേ? ഇത് നേരത്തെ ഉറങ്ങാത്തതിന് അപ്പൊ കുട്ടികൾ വന്ന് നേരത്തെ പറഞ്ഞു മനസ്സിലായല്ലോ. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോ എന്റെ മോൾ അടി കിട്ടി ഓടി വരും. അയ്യാ ഞാൻ എന്തിനാ പോണെ എന്തിനാന്ന് അറിയില്ല. അടുക്കളയിൽ പോയപ്പോ അടി. ഞാൻ അങ്ങനെയല്ലോ എന്തിനാ അടിക്കണമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി പോയിട്ട് ഒന്നും കൂടി ചോദിക്കും. അമ്മ പറഞ്ഞതാണല്ലോ എന്തിനാ അടിച്ചതെന്ന് പോയിട്ട്. പിന്നീട് നമ്മൾ അയിലും അച്ഛത്തെ കാര്യം പറയാ എന്തിനാന്ന് അറിയില്ല. അച്ഛ അത് ചോദിച്ചു പിന്നെയും കിട്ടിയ ആ പുറത്ത്. ഞാൻ ഉടനെ അവളോട് ചോദിക്കണല്ലോ. ഞാൻ എന്റെ ഭാര്യനടുത്ത് പോയി ചോദിച്ചു എല്ലാ ഭാര്യ ഇനിയിപ്പോ എന്തിനാ ഇവിടെ തച്ചത്? അവളൊന്നും ഈ കിളവൊന്നുമല്ല എന്തിനാണ് കുട്ടിയെ തല്ലിയത്? തല്ലുമ്പോ എന്തിനാ കൊടുത്തെന്ന് പറയണല്ലോ. മോളെന്നോട് പറയാം ഈ അടി എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലാക്കിയില്ല. മോളെ എനിക്ക് മനസ്സിലായോ? മോളെ എനിക്ക് പണ്ടേ മനസ്സിലായിക്കില്ല. ഓതിയെ ഞാൻ പറഞ്ഞ നാമൂസ് അടക്കം എന്തിനാ തല്ലിയെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്താ? ഈ അടി നിങ്ങൾക്ക് കിട്ടേണ്ട അടിയാണ്, ഇവക്ക് കിട്ടിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഇത് എനിക്ക് തിരിഞ്ഞോ? എന്റെ മോക്ക് തിരിഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനവൾ അടിച്ചത്? അപ്പൊ ഈ ഞാനൊക്കെ രക്ഷാർത്ഥനോട് പറയാൻ തന്നെയാണ് പറഞ്ഞു കൊടുക്കണേ. എന്നാൽ മാത്രമാണ് കുട്ടി നന്നാവും. മനസ്സിലായല്ലേ? ശരിയല്ല? നിങ്ങൾ കിട്ടിയാലല്ലേ നിങ്ങൾ നന്നായിട്ടുള്ളൂ. ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഇനി ഇതൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലേ? അതാണ് അടുത്ത്. അതുകൊണ്ട് ഇന്ന് തൊട്ട് കരയേണ്ടടുത്ത് കരയണം, ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, എല്ലാം ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി കുട്ടിയുടെ പ്രത്യേകം എന്നറിയോ? അത് ഞാൻ എന്റെ എല്ലാ ക്ലാസ്സിലും പറയുന്ന സാധനം തന്നെയായിരുന്നു. രക്ഷകർത്താക്കളോടും അധ്യാപകരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ്? ഇവർ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്, 12 വയസ്സായിട്ട് എഴുതി. ഇവർക്ക് കുറെ പ്രത്യേകത. ഇവരുടെ പേരെന്താണെന്നറിയോ? ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. 18 വയസ്സ് വരെയുള്ള മനുഷ്യന്റെ പേര് കുട്ടി എന്ന്. 18 വയസ്സിലുള്ള മനുഷ്യന്റെ പേരെന്താ? റിപ്പീറ്റ്, എന്താ പേര്? 18 വയസ്സിലുള്ള മനുഷ്യന്റെ പേരെന്താ? കുട്ടി. കുട്ടിക്ക് എന്താ പ്രശ്നം? എന്താ നിങ്ങളെ കുട്ടി എന്ന് 18 വയസ്സ് വരെയുള്ള മനുഷ്യന്മാരെ കുട്ടി എന്ന് വിളിക്കാൻ എന്താ കാരണം? കുട്ടിക്ക് 4 പ്രത്യേകതകളുണ്ട്. എത്ര പ്രത്യേകത ഉണ്ട്? മനുഷ്യന് എത്ര പ്രത്യേകത ഉണ്ടായിരുന്നു? 4 പ്രത്യേകത. അതേപോലെ കുട്ടിക്ക് 4 പ്രത്യേകത. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവരെ പിടിച്ചാൽ കിട്ടൂ. കുട്ടിയുടെ പ്രത്യേകത എന്താണ് മക്കളെ? ഞാൻ 4 പ്രത്യേകത നിങ്ങളത് പറയുന്നുണ്ട്. ആ പ്രത്യേകത നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ ക്ലാസ്സിലൊന്നും പറയണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയട്ടെ. ഒന്നാമത്തെ പ്രത്യേകത എന്നറിയോ? 18 വയസ്സിന് താഴെയുള്ള മനുഷ്യ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. നിങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിയാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? ഒരു 60 വയസ്സുള്ള മനുഷ്യന്റെ തലച്ചോറിലെ ന്യൂറോൺസിനേക്കാൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ തലച്ചോറിലെ ന്യൂറോൺസിന് 1000 മടങ്ങ് ശക്തിയുണ്ട്. ശരിയാണോ തെറ്റാണോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണത്തോടെ ഞാൻ തെളിയിച്ചുതരാം. എന്റെ വീട്ടിൽ നടന്നൊരു ഉദാഹരണം. എന്റെ അമ്മക്ക് 92 വയസ്സ്. 2 കൊല്ലം മുമ്പേ അമ്മക്ക് 90 വയസ്സ്. 90 വയസ്സുള്ളപ്പോഴാണ് എന്റെ അമ്മയ്ക്ക് എന്റെ പെങ്ങൾ ഒരു തോണ്ടുന്ന ഫോൺ വാങ്ങിക്കുന്നത്. തോണ്ടുന്നൊരു ഫോണില്ലേ? 90 ഇതങ്ങ് കൊടുത്തപ്പോ ഇല്ല. 90 എന്താക്കണമെന്ന് തിരിയുന്നില്ല. ഈ നമ്പറും കാണുന്നില്ല, ഞെക്കേണ്ടതും കാണുന്നില്ല, ഒന്നും. അമ്മ ഇതുകൊണ്ട് ഉരുട്ട് കളിക്കുമ്പോ എന്റെ മോൻ അന്ന് 1ാം ക്ലാസ് പഠിക്കുകയാണ്. അങ്ങനെ ഈ അമ്മ എന്റെ മോനെ കൊണ്ട് വെച്ചു. ഇവൻ രാജാവിനെപ്പോലെ അമ്മയോട് ഇതെങ്ങനെയാണ് അമ്മ? ഇവൻ പറഞ്ഞു ഇതൊന്നും അറിഞ്ഞൂടാ, നിങ്ങൾക്ക് മയക്കാറോ? ഒക്കെ എന്റെ 90 വയസ്സുള്ള അമ്മയോട് ഫോണ് തോണ്ടുന്നത് അറിഞ്ഞൂടെ മയക്കുള്ളൂ. ഞാൻ പറഞ്ഞു പ്ലീസ് എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിപ്പിച്ചു തരണം. അങ്ങനെ ഇവര് 2ആളും കൂടി പഠിക്കുക. ഈ ചെക്കൻ എന്റെ അമ്മനെ പഠിപ്പിക്കുന്ന കാണുന്നത് അമ്മനെ പഠിപ്പിക്കുക. പച്ച നെറ്റിയാ വിളിക്കാം, ചോപ്പ് കട്ടാക്കാൻ. ഇതൊച്ച. പച്ച, ചോപ്പ്, പച്ച.
അങ്ങനെ 92 അങ്ങനെ പഠിക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോ ചോദിച്ചു പഠിച്ചോ അച്ഛമ്മ? അങ്ങനെ ഇവൻ പുറത്തേക്ക് പോയപ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അമ്മേന്റെ ഫോണിലേക്ക് വീണ്ടും കോൾ വന്നു. പച്ചയും ചോപ്പും ഒച്ചയില്ലെങ്കിൽ കണ്ട് 90 പിന്നെയും കഴിഞ്ഞല്ലോ. ഇതിലേതാ ഞെക്കണ്ട 90 മറന്നുപോയി. 90 ഈ ചെക്കനെ വീണ്ടും പിടിച്ച് ഇങ്ങോട്ട് വരി. ചെക്കൻ ഓടി വന്നിട്ട് എന്റെ അമ്മയോട് വെച്ച് ചോദ്യം എത്ര പഠിപ്പിച്ചു, നിങ്ങൾ എന്തെങ്കിലും പഠിച്ച? അമ്മ ഇങ്ങനല്ലേ പറയാ. അങ്ങനെ എന്റെ അമ്മ കൊടുക്കാൻ പറഞ്ഞു ഭയങ്കര ഗൗരവം. അങ്ങനെ ഈ 90 പച്ച ചട്ടിയിട്ട് ഫോണിങ്ങനെ വിളിച്ചപ്പോയില്ലേ, അപ്പോഴാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് കീഴി വരും. ഞാൻ കീഴി വരുമ്പോ എന്റെ അമ്മ എന്നോട് പറയണേ, നമ്മളെല്ലാം മരിക്കുന്നതാ മോനെ സുഖം. അമ്മ നമ്മളെല്ലാം മരിക്കുന്നത്, നിങ്ങൾ വെച്ചോ, ഞാനെന്തിനാ മരിക്കേണ്ട ആവശ്യമില്ല. അമ്മ പറഞ്ഞ മറുപടി ഇതൊന്നും ഇതെല്ലാം അമ്മക്ക് ഇതെന്തെങ്കിലും അറിയാമോ? ഈ ഫോണ് അമ്മക്കൊന്നും അറിഞ്ഞോടെ പോലും. ഈ ചെക്കനില്ലേ ഇത് ഞെക്കുന്നു, പിടിക്കുന്നു, കുളിക്കുന്നു, ഭയങ്കര ബുദ്ധിയായിട്ട്. എന്റെ 90 വയസ്സിൽ അമ്മ പറഞ്ഞ മൊബൈൽ ഫോൺ ഞെക്കുന്നത് കണ്ടിട്ട് ഈ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ്. മൊബൈൽ ഫോൺ ഞെക്കുന്ന കണ്ടിട്ട് ബുദ്ധി എന്ന് തോന്നുന്നു ഏതെങ്കിലും അമ്മ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഓടിപ്പോയി ട്രെയിനിന് തല വെച്ചാൽ. കാരണം എന്താ അറിയോ, മൊബൈൽ ഫോൺ ഞെക്കിയിട്ട് കളിക്കുന്ന കുട്ടിക്ക് ബുദ്ധി ഉണ്ട് ആരാ പറഞ്ഞത്? അപ്പൊ എന്റെ അമ്മ ചോദിച്ച് മക്കൾക്ക് ബുദ്ധി ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാകുക? നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് എങ്ങനെയാ മനസ്സിലാവുക? ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞ ഉദാഹരണം എന്താ അറിയോ, മനുഷ്യനാണോ മനസ്സിലാണെങ്കിൽ അമ്മ കസേനെ ഈറ്റയുടെ മുമ്പ് ഉരുണ്ട് പോവാ. അമ്മമാരൊന്ന് വീട്ടിൽ പോയിട്ട് എന്തിനാ ഇനി ഇവരിങ്ങളെ വിട്ടിട്ടല്ലേ, നിങ്ങൾ വേറെ മക്കളില്ല നിങ്ങൾക്ക് ആ കുട്ടികളുടെ മുമ്പ് കസേരന്റെ മുമ്പ് മറിഞ്ഞു വീഴുന്നത്. മറിഞ്ഞു വീണോക്ക് പറഞ്ഞു വിടാൻ നമ്മള് ചിരിച്ചിരിച്ച് പണ്ടാരാണ് അമ്മ കസേര വീണാ ചിരിച്ചിരിച്ച് മരിക്കല്ല. അത് നിങ്ങളാണെങ്കിൽ ഞാൻ വീണാലും വിളിച്ചിരിക്കും, നിങ്ങൾ വീണാൽ ഞാനും ചെയ്യും. ശരിക്കുള്ള മനുഷ്യന്റെ സഹജമാണ്. പക്ഷെ രണ്ടാമത്തെ മിനിറ്റിൽ നമുക്ക് ഓർമ്മ വരും, ഇത് അമ്മയാണല്ലോ പഠിച്ചത് വീണ് കിടക്കുന്നത്, എന്റെ ഉമ്മയാണല്ലോ കിടക്കുന്നത് വെച്ചിട്ട് ഓടി വന്ന് എടുക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ എന്റെ ബാപ്പാ ഉമ്മ കിടക്കുന്നു ഇങ്ങനെ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർമ്മിച്ചോ, അതാണ് മരിച്ചത്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ കുട്ടികളെ എടുക്കുന്നു വിചാരിക്കുന്നത് നിങ്ങൾ വീടോക്കില്ലേ ഇതിൽ ഉയന്റെ അമ്മയൊന്നും വിളിക്കില്ല. നിങ്ങൾ തത്തകം മൊത്തം മുട്ടെല്ലാം കുത്തി ഇങ്ങനെ എണീക്കുമ്പോ ഇതിൽ എണീക്കല്ല അടക്കിടക്ക് ഓടിപ്പോയിട്ട് ഫോണെടുത്തിട്ട് വീണ അമ്മയും ഞാനും അന്നത്തെ സ്റ്റാറ്റസ് അതേ. ഇതിൽ മറ്റേ കുട്ടികളാണോ? അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ മോന് സ്റ്റാറ്റസ് ഉണ്ട്, മോൻ എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അമ്മേനല്ലേ കൊല്ലേണ്ടത്. അതുകൊണ്ട് സൂക്ഷിക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയരുത്. മൊബൈൽ ഫോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കണം, അതിന് വേണ്ടി ഉപയോഗിക്കട്ടെ. കമ്പ്യൂട്ടർ വലിയ ഉപയോഗിക്കുന്ന കുട്ടിക്ക് ബുദ്ധി ഉണ്ടെന്നും പറയണ്ട. ഈ വീണടക്കം നിങ്ങൾ എണീപ്പിക്കുന്ന കുട്ടീനെയാണ് ബുദ്ധിയുള്ള കുട്ടി. അമ്മ തളർന്നു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന ചെക്കനാണ് നല്ല കുട്ടി. അച്ഛൻ ഊര വേണ്ടിയാകുമ്പോൾ വിക്സ് എടുത്തുകൊണ്ട് കൊടുക്കണം. അങ്ങനെയുള്ള കുട്ടിയാണ് മനുഷ്യക്കുട്ടി. അത് മനസ്സിലായല്ലോ. രണ്ടാമത് അമ്മ ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് മനസ്സിലായല്ലോ. 90 വയസ്സിന്റെ അമ്മയേക്കാൾ മൊബൈൽ ഫോണും ബൈക്കും നിങ്ങൾ നല്ലോണം ഉപയോഗിക്കും, അതുകൊണ്ട് ബുദ്ധിയുണ്ടെന്നാണോ രണ്ടാമത്തെ പ്രത്യേകത. പക്ഷെ നിയമം പറയുന്നതെന്നറിയോ, നിങ്ങൾക്ക് വേണ്ടാത്ത ബുദ്ധിയാണ്. നിങ്ങൾ ചെയ്യുന്നെല്ലാം വേണ്ടാത്ത. 8ാം ക്ലാസ്സിലെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? പഠിക്കുക, കളിക്കുക, ഉറങ്ങുക. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? പഠിക്കുക, കളിക്കുക, ഉറങ്ങുക. ഇത് 3 നിങ്ങൾ ചെയ്യൂല. ബുക്ക് കാണുമ്പോ ഇതെല്ലാം ഞാൻ പട്ടേ പഠിച്ചതാന്ന് എണീറ്റ് പോകും. ശരിയാണോ? കളിക്കുമ്പോ പറഞ്ഞാൽ ഭയങ്കര വെയില്, മനസ്സിലായില്ലേ? കളിക്കാനും കഴിയില്ലെങ്കിൽ കിടക്കാനും കഴിയില്ല, രാത്രിയാണോ ഉറക്കവും ഇല്ല. അത് നിങ്ങളെ പറഞ്ഞ കാര്യമില്ല, നിങ്ങളെ കുഴപ്പമാണ്. മനുഷ്യക്കുട്ടീന്റെ 18 വയസ്സുള്ള മനുഷ്യക്കുട്ടീന്റെ കുഴപ്പമാണ്. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടാത്ത ബുദ്ധിയെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. രണ്ടാമത്തെ പ്രത്യേകത നിങ്ങൾക്ക് ഒടുക്കത്തെ ധൈര്യമാണ്. ഈ കുട്ടിക്ക് ഭയങ്കര ധൈര്യമാണ്. ശരിയാണോ തെറ്റാണോ? നമുക്ക് ഇപ്പൊ നോക്കാം. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരും സേ നോ ടു ഡ്രഗ്സ് എന്നുള്ള ആ സാധനം തുടരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോ ആരും സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം തുടരുത് എന്ന് പറഞ്ഞില്ല. ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ കുറെ ഉണ്ടാവും അത് തൊട്ടായി അതെന്താവുമെന്ന് ചോദിച്ചിട്ട് അയിമ ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നുണ്ടാവും. കാരണം വേണ്ടാത്തത് മാത്രമേ ആര് ചെയ്യുള്ളൂ, എന്ത് ചെയ്യുള്ളൂ,
ശരിയാണോ? ആളെ നോക്കരുത് പറഞ്ഞാല് അതാ നോക്കിയാല് കേരളത്തിൽ എന്ത് നോക്കിയായിരുന്നു എന്താവോ നോക്കണല്ലോ ഇങ്ങനെ പറയും. ശരിയാണോ? എന്നാലും ബുക്കെടുത്ത് പഠിക്കുന്ന പറഞ്ഞാലോ കാരണം എന്താ വേണ്ടതൊന്നും നമുക്ക് തോന്നൂല. ശരിയാണോ തെറ്റാണോ? പക്ഷെ പഠിക്കണം നമുക്ക് തോന്നും കേട്ടാ. എപ്പോഴാ പഠിക്കണം എന്ന് തോന്നുക? പരീക്ഷ പേപ്പർ കിട്ടുമല്ലോ, അന്ന് മാർക്ക് കുറയുന്ന അന്ന് നമ്മളൊരു പ്രതിജ്ഞയാണ്, നാളെ മരണപ്പടിപ്പ് അമ്മേ രാവിലെ വിളിക്കണം, 6 മണിക്ക് തുടങ്ങണം എന്നൊരു പ്രതിജ്ഞ. എടുക്കുന്നതൊക്കെ ഉണ്ടാ അമ്മ പാവം 5 മണിക്ക് വീണ്ടും ഉരുട്ടി പെങ്ങളറിയും അമ്മേ നാളെ മുതൽ ഉറപ്പ്, ഇന്നും കൂടി. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങള് എന്റെ ടീമിന് കേട്ടോ, എന്റെ എല്ലാ സ്വഭാവം നിങ്ങൾക്ക് ഇപ്പം ഇതെല്ലാം നിങ്ങളെ സ്വഭാവം, ഇത് മനുഷ്യക്കുട്ടിന്റെ സ്വഭാവമാണ്. നിങ്ങൾ കൊടുക്കുന്ന ധൈര്യം മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് 18 വയസ്സ് വരെ വാഹനം ഓടിക്കരുത് എന്ന് നിയമമുള്ള നാട്ടിൽ 14 വയസ്സുകാരന് ബൈക്ക് ഓടിക്കാൻ മുട്ടുന്നത്. മുട്ടു കാരണം എന്താ? ബന്ധപ്പെട്ട ബുദ്ധിയാണ്, കൊടുക്കുന്ന ധൈര്യമാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കേണ്ടതാണ് അച്ഛനും അമ്മയും. അച്ഛൻ പറയണം പറ്റൂല മോനെ 18 വയസ്സ് കഴിഞ്ഞാന്ന് പറയുമ്പോ ആടെ നിൽക്കണം നമ്മള്. അല്ലാണ്ട് ഈ ചെക്കൻ മരിച്ചാൽ എന്ന് വിചാരിച്ചിട്ടൊന്നും വിചാരിച്ചില്ല. കുട്ടി മരിക്കണ്ട മരിക്കും. ഓക്കെ, എനക്ക് മരിക്കാൻ നല്ലോണം മുട്ടീന്. ബൈക്ക് വാങ്ങിത്തരാത്തിന് ഞാൻ മരിക്കാൻ മുട്ടി, പരീക്ഷത്വത്തിന് മരിക്കാൻ മുട്ടീന്, പ്രേമിക്കാൻ മുട്ടി, എല്ലാത്തിനും ഞാൻ മരിക്കാൻ മുട്ടി. പക്ഷെ എന്തുകൊണ്ടാണ് മരിക്കാത്തത് ഞാൻ അവസാനം പറഞ്ഞത്. 3ാമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇതെല്ലാം മനസ്സിലാക്കി വെച്ചോ. മനുഷ്യക്കുട്ടിന്റെ ഏറ്റവും പ്രത്യേകത, മനുഷ്യക്കുട്ടിക്ക് ഉപദേശ ലെവലെ ഇഷ്ടല്ല. ശരിയാണോ തെറ്റാണോ? ഈ ഉപദേശം കേൾക്കുന്നില്ലേ? ഉച്ചക്ക് 2 മണിക്ക് ടീച്ചർ വന്നിട്ട് കുറച്ച് ഉപദേശല്ലേ ഇപ്പൊ നിങ്ങളെന്താ പറയാ വരുന്നുണ്ട് മാരണം ഇപ്പം തുടങ്ങുന്നു. ശരിയാണോ? അമ്മയുടെ ഉപദേശം കേൾക്കുമ്പോ എന്തെങ്കിലും പറയുമ്പോ എനിക്ക് നിങ്ങളെ പറ്റിയായിരിക്കും എനക്ക് ഉപദേശിച്ചല്ല. എന്റെ അച്ഛൻ മറ്റേ പൂവന്മാർ ഇനി പരീക്ഷ തോറ്റാലൊരു ഉപദേശം. എന്റെ അച്ഛൻ്റെ ഉപദേശം എന്താ നിങ്ങൾക്ക് കേൾക്കണം. നിങ്ങളുടെ അച്ഛനും എന്റെ അച്ഛനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണേ. നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ അച്ഛൻ്റെ ഉപദേശം എന്താ? അച്ഛൻ പറയണേ, എന്റെ കാലത്ത് 5-6 കിലോമീറ്റർ നടന്നിട്ട് ഒരു ട്രൗസർ വെട്ടിയിട്ട് തിന്നുവേനൊന്നും ഇല്ലാഞ്ഞിട്ട് ഇത് കേൾക്കുമ്പില്ലേ മുഖം നേരത്തെ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാ? ശരിയാണോ തെറ്റാണോ? അതേപോലെ എന്റെ ടീമിന് കേട്ടോ നിങ്ങള്. ഇപ്പൊ ഞാൻ പറയുന്നത് സത്യമില്ലേ? അവസാനം എനിക്ക് ഇത് കേട്ട് ദേഷ്യം വന്ന് 10ാം ക്ലാസ്സിലെത്തിട്ടില്ലേ ഞാൻ എന്റെ അച്ഛനായിട്ട് തെറ്റി. പക്ഷെ ഞാൻ അച്ഛനോട് പറയാം 10ാം ക്ലാസ്സിൽ എന്തോ പരീക്ഷ തോന്നിട്ട് അച്ഛൻ വീട് പറ്റുമല്ലോ. എന്റെ കാലത്ത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാലത്ത് നിങ്ങൾ 5-6 കിലോമീറ്റർ നടത്തി ഞാൻ നടത്തിയ അന്ന് ബസ്സും ജീപ്പും ഒന്നും ഇല്ല. അതുകൊണ്ട് അച്ഛന് പഠിക്കാൻ മുട്ടി. അതുകൊണ്ട് അച്ഛൻ 6 കിലോമീറ്റർ നടന്നിട്ട് സ്കൂളിൽ പോയി. ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മേലെ ക്ലാസ് തരും, 10 പൈസ കൊടുത്താലും ഓർക്കാട്ട് വെക്കും. എന്ന് എന്റെ അച്ഛൻ 6 കിലോമീറ്റർ നടന്നിട്ട് ഞാൻ മേനകന്റെ വൈകി നടക്കണം. ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. രണ്ടാമതെന്നാ 5-6 കിലോമീറ്റർ നടന്നിട്ട് ട്രൗസർ ഒരു ട്രൗസർ ഞാൻ ചോദിച്ച അച്ഛൻ്റെ അച്ഛൻ ഒരു ട്രൗസർ അങ്ങോട്ട് വാങ്ങിച്ചാൽ നിങ്ങൾ എനിക്ക് 6 ട്രൗസർ വാങ്ങിക്കാം. അച്ഛന് ഒരു ട്രൗസർ ആണെങ്കിൽ ഞാൻ ഇപ്പൊ എന്താക്കാൻ എന്തെങ്കിലും നിങ്ങൾ എന്റെ 5 ട്രൗസർ കത്തിച്ചേ. ഇല്ലെങ്കിൽ ആ ട്രൗസറിന്റെ കണക്ക് എന്നോട് പറയാണ്ട്. ശരിയാണോ തെറ്റാണോ? 3ാമത്തെ എന്തായിരുന്നു? തിന്നേനൊന്നും ഇല്ല. രാവിലെ തുടങ്ങും അമ്മി അച്ഛൻ എന്നെ തിന്നിക്കുക വിട്ട് തിന്ന് തൊണ്ട കുത്തിക്കഴിഞ്ഞോ ഞാൻ വേണ്ടാ ഒന്നും കൂടി നോക്കുന്നുണ്ട്. ഇങ്ങനെല്ലാം തന്നിട്ടില്ലേ? പരീക്ഷ തോറ്റാലും പറയാ ഇങ്ങനെ തിന്നിട്ട് വൃന്ദാവനെ പോലെ നടന്നു വരും. എന്ത് ന്യായമായിട്ട്? ശരിയാകുമ്പോൾ തെറ്റാണോ? അവിടെ എനിക്ക് രക്ഷകർത്താക്കളോട് പറയാനുള്ള കാര്യമാണ്. നിങ്ങൾ വേണ്ടാത്ത ഉപദേശിച്ചവരോട് പറയേണ്ടത് ഞാനില്ലേ. ഞാൻ അന്ന് തീരുമാനിച്ച സ്ഥാനമുണ്ട്. എന്റെ മക്കളോട് ഞാൻ ഇങ്ങനെ ഉപദേശിക്കില്ല. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനക്കാത്ത മക്കളുണ്ടെങ്കിൽ ഞാനങ്ങനെ ഉപദേശിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് 2 മക്കളുണ്ട് കേട്ടാ. ടീച്ചറെ കാണുമ്പോഴേ എനിക്ക് മറ്റേ എന്റെ ഇപ്പോൾ ഞാൻ പാടി കുട്ടികൾ പറയരുതല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടികളോട് ഇന്ന് ഈ ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്നും മനുഷ്യനാവണമെന്നും സംസാരിക്കണം. രക്ഷാകർത്താക്കൾ ഈ കുട്ടികളോട് പ്രണയത്തെ കുറിച്ച് സംസാരിക്കണം. മരിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് സംസാരിക്കണം.
ആത്മഹത്യയെ കുറിച്ച് സംസാരിക്കണം, ഭാവിയെ കുറിച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഈ കുട്ടിയെ സഹായിക്കണം. അല്ലാണ്ട് അമ്മാന്ന് പറഞ്ഞാൽ ഒന്നിനൊന്നും കഴിക്കുന്നില്ല. അല്ല തീറ്റയ്ക്ക് നിങ്ങൾ തിന്നു കൊടുത്തതൊന്നും പറഞ്ഞാൽ തിന്നുക തീറ്റയ്ക്ക് വേണ്ട. തിന്നു പോകണോ? ഒരു അമ്മമാരോട് ഒരു കാര്യം ചെയ്യട്ടെ. അല്ലമ്മ, നിങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? കേട്ടാ നിങ്ങളെന്താ പ്രതീക്ഷിക്കുന്നത്? അതാരാ എന്താണ് പറഞ്ഞോ? മതി. അമ്മ എന്താ വേണമെന്നറിയോ? ഭർത്താവ് അച്ഛനിൽ നിന്ന് അമ്മക്ക് സ്നേഹവും കരുതലും വേണം. അപ്പൊ അതിനകത്ത് ആഗ്രഹങ്ങൾ കൊടുക്കുന്നത് അങ്ങോട്ട്. ഞാനെന്റെ വീട്ടിൽ നോക്കും, ഇടക്കില്ലേ കുറച്ച് കടയല്ലേ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു കരുതലില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ അച്ഛനെവിടെ കരുതോ കാണുമല്ലോ. ഇവിടെ കണ്ണ ഇങ്ങനെ തന്നെയാണോ ഇവിടെ പെരുമാറുന്നത്? അല്ലെങ്കിൽ കാണാൻ എങ്ങനെയാണ് പെരുമാറുന്നത്? ഏതാ എവിടെ കണ്ണയാ? മറ്റേതാ? എങ്ങനെയാണോ അച്ഛനൊക്കെ പെരുമാറുന്നത്? എങ്ങനെയാ? കാണുമ്പോ മറ്റേ ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പൊ ഇവർ ആഗ്രഹിക്കുന്ന എന്താ പറയുക? ഭർത്താവിൽ നിന്നുള്ള സ്നേഹവും കരുതലും. പക്ഷെ വേറെ വേർഷനാണ്. അതേപോലെ നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും എന്താ ആഗ്രഹിക്കുന്നത്? കുറെ തിന്നോത്തില്ല ആഗ്രഹിക്കുന്നത്? കാണാനില്ല അതിന്റെ മേത്ത് തരുന്നില്ലേ? ശരിക്കും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് സ്നേഹവും കരുതലുമാണ്. ശരിയല്ലേ? രക്ഷാകർത്താക്കളോട് എനിക്ക് പറയാനല്ലേ, ഈ മക്കളെ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ല എങ്കിൽ, ഇവരെ നിങ്ങൾ കരുതലോടുകൂടി അവരോട് പെരുമാറിയിട്ടില്ല എങ്കിൽ, ഈ റോഡുമേല് ഈ നാട്ടില് ഇവരെ സ്നേഹിക്കാനും കരുതാനും താഴെ നാം വരുന്ന റോഡ് ഞാൻ കണ്ടിന്. കുറെ കാട്ടും കുറ്റിയും കുറെ കുന്തടയും കുറെ വയലിന്റെ ഉള്ളിലും ചങ്ങായിമാരുണ്ടാവും. എവിടെ കണ്ട? അതുകൊണ്ട് ഓർമ്മിച്ച് വെച്ചോ, ഈ മക്കളുടെ ഏറ്റവും നല്ല സുഹൃത്ത് അമ്മയായിരിക്കണം. ഈ മക്കളുടെ ഏറ്റവും നല്ല കാമുകൻ അച്ഛനായിരിക്കണം. അല്ലാണ്ട് ഇവിടെ മക്കളെ വേറൊരു കാമുകനും വിട്ടുകൊടുക്കരുത്. മനസ്സിലായില്ലേ? ഇപ്പൊ പല അമ്മമാർ പറയും എന്റെ മോൻ അങ്ങനെയല്ല, എന്റെ മോൻ അങ്ങനെയല്ല, നമ്മൾ ആരെയും നോക്കൂ. ഞാൻ എത്ര കണ്ട 20 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരമ്മയും പറഞ്ഞിട്ടില്ല എന്റെ മോൻ അങ്ങനെ പോകുന്നു. ഇനി ഇവരൊരു സ്വഭാവം കൂടിയാണ് പറഞ്ഞുതരാം. ഈറ്റകളെ പോലെ ബുദ്ധിയുള്ള വേറെ ഒരു മനുഷ്യനും അറിയില്ല. അച്ഛന്റെ അമ്മേന്റെയും മനസ്സ് പഠിച്ച വേറൊരാളില്ല. ഇവർക്ക് ടൂറിന് പോകണമെന്ന് പറഞ്ഞല്ലേ, അന്ന് തിരുവനന്തപുരം അമ്മേ ഞാൻ അടിക്കണം, അമ്മേ അടിക്കട്ടെ, പാത്രം ലേശം കഴുകട്ടെ അമ്മേ. അമ്മ വിചാരം വളച്ചോനെ എന്റെ ചക്കൻ തങ്കു. പക്ഷേ അമ്മേന്റെ മനസ്സ് ഇതുപോലെ പിറ്റേന്ന് ടൂർ വന്നിട്ട് പാത്രം ഇങ്ങനെ ശരിയാണോ തെറ്റാണോ? അപ്പൊ അമ്മേന്റെ അച്ഛന്റെയും മനസ്സ്. അതുകൊണ്ട് ഈ കുട്ടിയുടെ സ്വഭാവം, ഈ കുട്ടികൾക്ക് 2 സ്വഭാവമുണ്ട്. അച്ഛനോട് ഒരു സ്വഭാവം. ഈ കുട്ടിയുടെ ശരിക്കുള്ള സ്വഭാവമാണെങ്കിൽ ഈ കുട്ടിയുടെ സുഹൃത്ത് ആരാ നോക്കണം. ഈ മക്കളില് ഫുട്ബോൾ കളിക്കുന്ന 5 പേരുടെ കൂടിയാണ് നടക്കുന്നതെങ്കിൽ 6ാമത്തെ ദിവസം ഈ കുട്ടികൾ ഫുട്ബോൾ കളിക്കും. ബബിൾഗം തിന്നുന്ന 5 പേരുടെ കൂടിയാണ് ഈ മക്കൾ നടക്കുന്നതെങ്കിൽ 6ാമത്തെ ദിവസം ബബിൾഗം തിന്നു. പ്രേമിച്ച് നടക്കുന്ന കോന്തപ്പന്റെ കൂടിയാണ് ഈ പിള്ളേർ നടക്കുന്നതെങ്കിൽ 6ാമത്തെ ദിവസം ഈറ്റിൽ ഉണ്ടാവും കോന്തപ്പിനി കൊണ്ടുവരുന്നു. ഇങ്ങനെ വരും. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളെ ചിന്തിക്കണമെങ്കിൽ ഈ കുട്ടികൾ ആരുടെ കൂടെ നടക്കുന്നതെന്ന് കൂടി നിങ്ങൾ നോക്കണം. അതുകൊണ്ടാ പറഞ്ഞത്, കുട്ടികൾ മാത്രം വിചാരിച്ചാൽ ഒന്നും ഈ നാട് നന്നാവില്ല. ഈ 8ാം ക്ലാസ് മുതൽ അധ്യാപകരും രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും. ഇനി മക്കളുടെ ഒരു കാര്യം പറയാം ഇവിടെ കാര്യം പറയട്ടെ. നിങ്ങളെ അമ്മ നിങ്ങളോട് തന്നെ ഉണ്ടാവുന്ന ഉറപ്പുണ്ടാവും. നിങ്ങളെ അമ്മ ഒളിച്ചുകൂടിയത് നിങ്ങളുടെ അഭിപ്രായം ഇല്ല. ഇന്ന് ഈ വീട്ടിൽ പോകുമ്പോഴൊക്കെ അമ്മ ഒളിച്ചുകൂടി. എനിക്ക് നാളെ അച്ഛൻ സ്കൂൾ പറ്റുമോ? മഷി ഹാപ്പി ഒളിച്ചോട്ടോ അമ്മ പോയി എന്ന് പറയാൻ പറ്റുമോ? വേണ്ട. ഇല്ലാതായി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ല? ഏതെങ്കിലും ചങ്ങായി തൂങ്ങി വെച്ചാൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റുമോ? നിങ്ങളെ പങ്ങള് മണ്ണെണ്ണ ഒളിച്ച് മരിച്ചാൽ നിങ്ങൾ താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റുമോ? അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഇന്ന് മുതലിന്റെ മുഞ്ഞാന്ന് പറഞ്ഞ് ഉദ്ധരിക്കണ്ട. നിങ്ങളുടെ അമ്മേനെ നിരീക്ഷിക്കണം, നിങ്ങൾക്ക് അച്ഛനെ നിരീക്ഷിക്കണം. ഇല്ലെങ്കിൽ അച്ഛന് അങ്ങോട്ടുള്ള ഒന്നപ്പിലൂടെ അങ്ങ് പോകും. കാരണം എന്താ അറിയോ, വീട്ടിൽ സ്നേഹമില്ല നിങ്ങളല്ലേ പറഞ്ഞത്. കാണുമ്പോൾ കാണുമ്പോൾ തക്കം യുദ്ധാണെങ്കിൽ
അച്ഛനത് ഇഷ്ടമല്ല. അവരുടെ അമ്മ പറഞ്ഞിട്ടില്ലേ എനിക്ക് സ്നേഹവും കരുതലുമാണ് ഇഷ്ടം. അമ്മ പറഞ്ഞില്ല, എല്ലാ അമ്മമാരും പറയില്ലേ ആ സ്നേഹവും കരുതലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ എവിടുന്നെങ്കിലും ഒരു സ്നേഹം കിട്ടിയാൽ നിങ്ങൾ അമ്മയൊന്ന് പോകും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്നേഹം കിട്ടുന്ന കുറെ സ്ഥലം കിട്ടിപ്പോ എവിടെയെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അമ്മമാരല്ലേ 10ാം ക്ലാസ്സിലെ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം തുടങ്ങിയിട്ടുണ്ട്. എന്നാ നോയിക്കോളി മക്കളെ, നിങ്ങളെ അമ്മ എപ്പോൾ വിളി നോക്കും. എനിക്ക് എന്റെ മോളോട് ഞാൻ പറയുന്നത് അച്ഛനെ നല്ലോണം നോക്കണം. അച്ഛന് 10ാം ക്ലാസ് തൊട്ട് ഡിഗ്രീന്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷം എന്റെ മക്കൾക്ക് രണ്ടും പേടിച്ചില്ലേ അച്ഛൻ ഡിഗ്രീന്റെ ഗ്രൂപ്പ് നോക്കട്ടെ, ആരെങ്കിലും എന്തെല്ലാം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദിവസവും നോക്കും. അതുകൊണ്ടില്ലേ ഞാൻ എന്റെ ഫോണിൽ വേണ്ടാത്തൊന്നും പറയില്ല, പറഞ്ഞിട്ട് ഈ എടുത്തിരിക്കും. അതുകൊണ്ട് നിങ്ങളച്ഛൻ എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനല്ലേ. അതുകൊണ്ട് ഇന്ന് മുതൽ സൂക്ഷിക്കണം. അച്ഛനും അമ്മയും സ്നേഹത്തോടു കൂടി ഇടപെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നോക്കില്ല, മനസ്സിലായില്ലേ? അങ്ങനെ കൊടുത്തോളാം. എനിക്ക് പേടിയാണ്. അപ്പൊ ഈ ഫോണെന്ന് പറയുന്ന സാധനം അത്ര നല്ല സാധനമല്ല. അപ്പൊ സംഗതി മനസ്സിലായല്ലോ. നിങ്ങൾ അച്ഛൻ്റെ അമ്മയും നിങ്ങൾ നോക്കിക്കോളല്ലോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ വരും, ഇവിടെ ഒന്നും കൂടി ഞാൻ വരുന്നുണ്ട്. ഞാൻ എല്ലാവരുടെ വീട്ടിലും ഞാൻ വരും. അച്ഛനും അമ്മയും അടികൂടുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങളെ ഞാൻ കൊടുക്കും. കാരണം നിങ്ങളാണ് അതിന് കാരണക്കാരൻ. അതുകൊണ്ട് അച്ഛനും അമ്മയും അടികൂടുമ്പോ രണ്ടിന്റെ കുന്നിയും കൊടുക്കും. എങ്ങോട്ട് പോയി കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്നു പറയാം, നാളെ ചിരിപ്പിക്കുക. അതോ കൂടി ഒരു നന്നാണ്. നമ്മ മനസ്സിലായല്ലോ. ഒരു ടിപ്പും കൂടി പറഞ്ഞ് ഈ പോർഷൻ നമുക്ക് ഇവിടെ നിർത്താം. നിങ്ങൾ അച്ഛൻ ഒളിച്ചോടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ് പറഞ്ഞോ എന്ന് മാത്രം കേട്ടാൽ മതി. നിങ്ങൾ അച്ഛൻ ഒളിച്ചോടില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ? യെസ് പറഞ്ഞോ. ഒളിച്ചോടുന്നാണോ ഒളിച്ചോടില്ല എന്നാണോ? ഒളിച്ചോടില്ല. ഉറപ്പൊന്നുകൂടെ അച്ഛൻ പറ. നിങ്ങൾ അച്ഛൻ ഒളിച്ചോടുന്നു ഇല്ലയോ? ഓടില്ല എന്ന് ആണെങ്കിൽ ഓടില്ല, ഓടുന്നാണെ ഓടും. അതാണ് എനിക്ക് കേൾക്കേണ്ടത്. ഒരു കൂടി ഞാൻ ചെയ്യാം. നിങ്ങൾ അച്ഛനും അമ്മയും ഒളിച്ചോടുമോ? അത് ഒച്ചയില്ലാത്ത നിങ്ങളെപ്പോ നിങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോ ഇല്ലയോ? ഇല്ല. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും പീഡിപ്പിക്കപ്പെട്ട് മരിക്കുമ്പോ ഇല്ലയോ? ഇല്ല. ഉറപ്പാണോ? എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ പറഞ്ഞത് അച്ഛൻ ഒളിച്ചോടൂലാന്ന്, ആരും ആത്മഹത്യ ചെയ്യില്ലാന്ന്? നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് പറഞ്ഞത്? അങ്ങനെ മനസ്സിലായി. വിശ്വാസം അതല്ലേ എല്ലാം. അല്ലെ ചങ്ങായി? ഇനി എന്താ അടിസ്ഥാനത്തിലാ പറഞ്ഞ? എങ്ങനെ മനസ്സിലായ? അതിനെ നീ തട്ടിയത് ക്ലാസ്സിലിരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മൂത്ത പെരാന്താന്ന് മനസ്സിലാക്കണം. കളിക്കളത്തിലിരിക്കുമ്പോ കളിക്കളത്തിലിരിക്കുന്ന പോലെ ഇരിക്കണം. മീൻചാപ്പയെ പോയാൽ മീൻചാപ്പയെ പോയ പോലെ ഇരിക്കണം. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് A+ നിർബന്ധമില്ല, മനുഷ്യ കുട്ടികളായിട്ടിരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇനിവിടെ നിന്നിട്ട് ആളെ വരുത്ത കളിക്കുമ്പോ എനിക്കത് മനസ്സിലാവും. ഓക്കെ. അപ്പൊ ക്ലാസ്സിലിരിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ബാക്കോട്ട് പോകാം. ആരും ഉപദ്രവിക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇത്രയും കുട്ടികൾ ഇരിക്കുമ്പോ ഒരു കുട്ടിക്ക് മാത്രം ഇങ്ങനെ തൂക്കിയിടാൻ നല്ല രസമുണ്ടാവും. അപ്പൊ എല്ലാം വേണം നോക്കൂ. പക്ഷെ ഒരു വിചാരിക്കുന്ന അറിയോ, കോട്ടെ തൂക്കിയിടാൻ കഴിയാത്തത്, മറ്റുള്ള തോണ്ടാനാക്കാൻ കഴിയാത്തത്. പക്ഷെ തോണ്ടാതെ നട്ടല് നിർത്തി ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ അഭിമാനമുള്ള മനുഷ്യക്കുട്ടിയെ ഞാൻ പറയാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണ് എങ്കിൽ നല്ലത്. അങ്ങനെയല്ല എനക്കൊന്നുമില്ല, ഞാനിതും പറഞ്ഞ് ഞാനങ്ങ് ജീവിക്കേണ്ടതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ നശിക്കുമ്പോൾ നിങ്ങളെ രക്ഷാകർത്താക്കൾ നശിക്കുമ്പോൾ ഒറ്റ എക്സാമ്പിളിലൂടെ ഞാൻ തെളിയിച്ചു. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പോ ഇല്ലയോ? വീട്ടിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പോകുമ്പോൾ അച്ഛൻ ഓട്ടാലിരിക്കുന്നുണ്ടാവും. ആ അച്ഛൻ ഒളിച്ചോടുമ്പോ തൂങ്ങിച്ചാവുമ്പോ കഞ്ചാവ് അടിക്കുമ്പോ അല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്? അല്ലേ അറിയേണ്ടത്? വീട്ടിൽ പോവാ നട്ടല് നിവർത്തിട്ടാണ് വിചാരിച്ചില്ല. അച്ഛന്റെ കണ്ണിലേക്ക് ഒരൊറ്റ നോട്ടം. അച്ഛൻ തിരിച്ച് നിങ്ങളുടെ കണ്ണിലേക്ക് നോട്ടം തിരിച്ചു നൽകുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അതാണ് തങ്കപ്പെട്ട അച്ഛൻ. അതാണ് തങ്ക അച്ഛൻ. ആ അച്ഛനും ഇനി അച്ഛൻ നിങ്ങൾക്ക് മനുഷ്യനെന്ന് മനസ്സിലായല്ലോ. കണ്ണിലേക്ക് നോക്കി ചിരിക്കുന്ന ആളാണല്ലോ മനുഷ്യൻ. നിങ്ങൾ അച്ഛന്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോൾ അച്ഛൻ തിരിച്ച് നിങ്ങളെ കണ്ണിലേക്ക് നോക്കി. ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അച്ഛൻ ഓടോ നോക്കുമെന്ന് മനസ്സിലാണെങ്കിൽ അച്ഛന്റെ കണ്ണിലേക്ക് നോക്കി ഒരൊറ്റ ചിരി. അച്ഛൻ അമ്മ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി ചിരി മടക്കി തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമ്മേനെ വിശ്വസിക്കാം. ഓക്കെ. ഇനി നിങ്ങൾ അച്ഛന്റെ കണ്ണിലേക്ക് നോക്കി ചിരിക്കുമ്പോ അച്ഛൻ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് അങ്ങോട്ടേലേക്ക് നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എങ്കിൽ ആ അച്ഛൻ നിങ്ങളെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് മനസ്സിലാക്കാം. ഇന്നോട്ടൊരു ഇന്ന് പോയിട്ട് പെട്ടെന്ന് നമുക്ക് ചിരിക്കണം കേട്ടോ.
12 കൊല്ലം ചിരിക്കാത്ത നിങ്ങൾ പെട്ടെന്ന് അച്ഛണ്ടെങ്കിൽ അച്ഛൻ ചെയ്യുന്നത് മൂത്ത വരാൻ തന്നല്ല. അതുകൊണ്ട് ഇന്ന് ചിരിക്കേണ്ട നാളെ മുതലാണ് ചിരിക്കേണ്ടത്. അങ്ങനെ മനസ്സിലായല്ലോ? ഓക്കെ, കുട്ടികളൊന്ന് സ്റ്റാൻഡ്. അയ്യോ അമ്മ പറഞ്ഞോളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തൊരു സ്മാർട്ടായിട്ടുള്ള എണീറ്റ് നിൽക്കലാണ് നമ്മൾ എണീറ്റ് നിന്നത്. എനിക്ക് ഇങ്ങനെ നാളെ വരുമ്പോൾ ഓർക്കുന്നതാണ് പൂർണ്ണ ഗർഭിണികൾ ഈ സ്പീഡിൽ എണീറ്റ്. അതുകൊണ്ട് ഈ ആവേശമൊന്നും വേണം. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കളി കളിക്കണം. സ്ഥിരം നിങ്ങളിത് ഇത് നാളെ വരെ നിൽക്കണേ നിങ്ങൾക്ക് രക്ഷപ്പെടും. കുട്ടികൾ നിൽക്കുന്നത് പോലെ നിൽക്കാത്തടത്തോളം ഞാൻ അനുവദിക്കില്ല. ഒരവസരം കൊടുത്തരാം. സിറ്റ് വെരി ഗുഡ്. നന്നാണ് കണ്ടങ്ങൾ. സ്റ്റാൻഡപ്പ്. തങ്കപ്പെട്ട പിള്ളേർങ്ങള്. നിങ്ങൾക്ക് ഇതൊന്നും നിങ്ങൾ ശീലിച്ച് നിങ്ങൾ നേരത്തെ എണീറ്റ് എങ്ങനെയാണ് ചക്ക ചക്ക ചക്കാന്ന്. അപ്പൊ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ എണീറ്റിട്ട് ആരും കുറ്റം പറയാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ തന്നെ എണീറ്റ് നിന്നത്. ഒരുത്തം കുറ്റം പറഞ്ഞപ്പോ നിങ്ങളെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. ശരിയല്ലേ? ശരിയല്ലേ? ഉപദേശം ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി ആവേശത്തോടു കൂടി നിൽക്കുകയിരിക്കണം. സ്ഥിരം ഇരുത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കണം. വെരി ഗുഡ്. ഇനിയും നന്നാവുന്നുണ്ട്. ഈ ക്ലാസ് കുറച്ച് സമയം കൊടുത്തിട്ടുള്ളിൽ നന്നാക്കണം. സിറ്റ് വെരി ഗുഡ്. ഈ പരതലൊന്നും ഇല്ല കേട്ടോ. ഞാന് പിന്നെ ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് മനസ്സിലാക്കല്ലോ. എങ്ങനെ മനസ്സിലാക്കാം? ഭാര്യമാർക്ക് പരിശോധിക്കാം. ഭർത്താവിന്റെ കണ്ണിലേക്ക് നോക്കി അപ്പൊ ഭർത്താവ് നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി രീതിക്കുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഏതാണ്ട് പോലെ നിങ്ങളോട് തന്നെ ഉണ്ടാവും. ഇല്ല എങ്കിൽ മനസ്സിലാക്കില്ല സംഗതി. അപ്പൊ ഇങ്ങോട്ട് തിരിച്ചോളല്ലോ. ഇനി നിങ്ങളെ ബാത്റൂമിൽ ആ നട്ടല് നിവർത്താതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചങ്ങയോട് പറഞ്ഞു ചങ്ങായി മനുഷ്യനായി ജീവിക്കണം. മനസ്സിലായില്ലേ? ഇനി ബൈക്കുകൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ചങ്ങായി 12 കൊല്ലം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവുക? അപ്പൊ നിങ്ങൾക്ക് മിംസിലോ ഏതെങ്കിലും ബുക്ക് ചെയ്ത് തുടങ്ങാം. സംഗതി മനസ്സിലായല്ലോ? യെസ്. ഇനി ഞാൻ 1-2 ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ കുറിക്കും. അതാണ് ഞാൻ പറയാം. എനിക്ക് രക്ഷകർത്താക്കളോട് പറയാണ്ട് എന്താ അറിയാം, ഒരു മക്കളും കള്ളനാവാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാ? ഏതെങ്കിലും രക്ഷകർത്താവിന് എന്റെ മകൻ നല്ല കള്ളനാവണമെന്ന് ആഗ്രഹമുണ്ടാകും. എന്റെ മകൻ പ്രണയിച്ച് ഒരു ചങ്ങന്റെ കത്തി കൊണ്ട് കുത്തേറ്റ് മരിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ചങ്ങാതി ആത്മഹത്യ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാ? നിങ്ങളുടെ വീട്ടിൽ നടക്കില്ലെന്നാണ് നമ്മൾ പറയുന്നത്. അമ്മ അല്ലാതായാൽ, അച്ഛനല്ലാതായാൽ, ടീച്ചർ അല്ലാതായാൽ ഇതെല്ലാം ഇവിടെ നടക്കും. അവിടെ എനിക്ക് ഇങ്ങോട്ട് നൽകാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപദേശം എന്താ പറയുക പറയട്ടെ? നിങ്ങളെല്ലാം പോലീസുകാരനാവുക. ആരാവുക? അതൊക്കെ ഇവിടെ മുകൾ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. ആണുങ്ങളല്ലേ ഞാൻ വളറിൽ നിന്ന് ഹെൽമെറ്റ് പിടിക്കുന്ന പോട്ടെ റോഡിന്റെ ഇങ്ങനെ ആക്കുന്നത്. അങ്ങനെയല്ലേ പോലീസ് ചിന്തിക്കുന്നത്? നോ, പോലീസ് അതല്ല. പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് ഞാനും പോലീസിനെ കുറിച്ച് അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ പോലീസ് എന്നുള്ള സാധനത്തിന്റെ പ്രത്യേകത എന്റെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റം. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് വരെ എന്റെ ക്ലാസ് റൂമിന്റെ ബാക്ക് ബെഞ്ചിന്റെ മുന്നിലേക്ക് പോയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നു. എന്റെ ബാക്ക് ബെഞ്ചിൽ ഇങ്ങേ അറ്റത്ത് എന്റെ സീറ്റ്. ഞാൻ ഇങ്ങനെ വന്നിട്ട് ആടെ ഇരിക്കും. കോളേജ് കഴിഞ്ഞാൽ അതേപോലെ ആ ചങ്ങായി എങ്ങനെ സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയതാരാന്നറിയാം? എന്റെ പോലീസ്. നമ്മളെല്ലാം സംസാരിക്കുമ്പോൾ കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം, ചിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോ സാറ് എല്ലാവർക്കും പോലീസിൽ ഒരു നമ്പർ ആയിരിക്കും. എന്റെ നമ്പർ 499. പോലീസിന്റെ നമ്പറാണ് വിളിക്കുക. നമ്മളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ 499 അപ്പം തന്നെ നമ്മള് നമ്മള് നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഒച്ചത്തിൽ പറഞ്ഞ എന്തോ ഒരു നാട്ടക്കേസല്ലേ നമുക്ക്. നമ്മളെ ഒച്ചത്തിൽ പറഞ്ഞ ബഹുമാനം കുറവാണെന്നൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് നമ്മൾ ഒരു പേരെന്താ ശരിയല്ലേ? സ്വാഭാവികമായിട്ട് നിങ്ങൾ കൂടത്തിൽ നിന്ന് പോയാൽ ഞാനും എന്നോട് 499 പേരെന്താ? ഇംഗ്ലീഷ്. ഇനി പേരെന്താ? ഞാൻ ഒച്ചത്തിൽ പറഞ്ഞ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ സാർ കൊണ്ടുവരും. ഞാൻ ഓടിച്ചെന്ന് എന്നോട് ആ ബിൽഡിംഗ് കണ്ടു. മലപ്പുറം ടൗണിലാണ് പോലീസിന്റെ ക്യാമ്പ്. മലപ്പുറം ടൗണിന് മേലെ 3 തട്ട് മേലെ ബിൽഡിംഗ് എന്നോട് പറഞ്ഞു മേലക്കായിട്ട് എന്ന് പറഞ്ഞു. ഞാൻ വെച്ച് എന്തോ ഒരു സംഗതി എന്നെ കൊണ്ട് ചെയ്യിക്കാനാന്ന് വെച്ചിട്ട് ഞാൻ മേലെ ഓടി കയറി. അവിടെ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു എന്റെ പേര് രംഗീഷ് എന്ന് മലപ്പുറം കേൾക്കത്തക്ക രീതിയിൽ എനിക്ക് പറയണം. ഞാൻ അതിനെ പോയിട്ട് ഇത് വളരെ സിമ്പിൾ അല്ല. എന്റെ പേര് രംഗീഷ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാ. പക്ഷെ നിങ്ങളെപ്പോലെ തന്നെ 2 തുപ്പലും
എന്റെ പേര് രംഗേഷ്, മലപ്പുറത്തെ പങ്കിന്റെ മേലെ കുതിരി ഉച്ച വരെ എന്റെ പേര്. അപ്പൊ തായെന്ന് എന്റെ പേര് രംഗീഷ്, ഇങ്ങനെ ഉച്ച വരെ രംഗീഷ് രംഗീഷ് എന്ന് പറഞ്ഞ താഴെ ഇറങ്ങിപ്പോയില്ലേ. പിറ്റേന്ന് തൊട്ടിട്ട് 499 വെച്ചല്ലേ രംഗേഷ് ഇങ്ങനെ ഒച്ചത്തിൽ പറയാൻ എന്നെ പ്രാപ്തനാക്കിയത് 22ാമത്തെ വയസ്സിൽ എന്റെ പോലീസ് ട്രെയിനിങ്. അതുകൊണ്ട് നിങ്ങളെല്ലാം വിചാരിക്കാൻ തന്നെ മെല്ലെ പറഞ്ഞ വർത്താനം എന്തോ പ്രശ്നം ഉണ്ടാവും, മുഖത്തേക്ക് നോക്കി സംസാരിക്കാൻ പ്രശ്നം ഉണ്ടാവും. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അറിയാം, ഇന്ന് മുതൽ ശബ്ദത്തിൽ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ പഠിക്കണം. പേര് ചോദിച്ചാല് കണ്ണിലേക്ക് നോക്കി ഞാൻ പറയണം. എന്താ പേര്? മൂതേരി. പിന്നെ ഒരൊറ്റ ചോദ്യം തിരിച്ചിട്ടുണ്ടാവില്ല. ഇവിടെ കൈ അയ്യോ വേറെന്താ ഒന്നും കഞ്ഞിപ്പിക്കണം. രണ്ടാമത്തെ എന്റെ അമ്മേനെ ഞാൻ ശപിച്ചൊരു നിമിഷം. അതും എന്റെ പോലീസ് ചെയ്യുന്ന. ഞാൻ എന്റെ വീട്ടിൽ ഏറ്റവും ഇളയ മോനായതുകൊണ്ട് അമ്മ എന്നെ ഒരു പണിയെടുപ്പിക്കണ്ട, അടുക്കളയിലൊന്നും കാക്കില്ല. എന്റെ ഡ്യൂട്ടി ഇങ്ങനെ അത് പത്തടിയൊക്കെ. പക്ഷേ പോലീസ് ട്രെയിനിങ് പോയപ്പോഴാണ് എനിക്ക് അങ്ങനെ മനസ്സിലായത്. പോലീസിൽ കാപ്പി ട്രൗസറും വെള്ള ഭംഗിയാണ്. അതുകൊണ്ടാണ് മണ്ണിലിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വൈകുന്നേരം തിരുമ്പണം. 1ാമത്തെ ദിവസം ആളെ പോയിട്ട് തിരുമ്പി തന്നത്. ഞങ്ങൾ 140 പോലീസ് ട്രെയിനീസ് ഉണ്ടായിരുന്നു. 140 ആളില്ലേ ഇത്രയും തിരുമ്പാത്ത ടീമാണ്. തിരുമ്പ് എന്ന് പറഞ്ഞപ്പല്ലേ ഇതെങ്ങനെയാ തിരുമ്പ്. അപ്പൊ അമ്മ തിരുത്തുന്നതിനോട് അടാ സർഫില് മുക്കടാ, സർഫിട്ട് മുക്കി എടുക്കടാ, സോപ്പിട്ട് അടിക്കടാ. എന്റെ അമ്മ അങ്ങനെയാണോ പനിയനില്ലേ ഇങ്ങനെ അടിച്ച് അറിയിട്ട് പിറ്റേന്ന് രാവിലെ 5:50 എടുത്തിരുന്നോണ്ട് ആ ഇതിന്റെ പോലും നമ്മൾ തീരുന്നില്ല. ഇത് വിട്ടിട്ട് പിറ്റേന്ന് ഗ്രൗണ്ടിൽ പോയപ്പോയില്ലേ എല്ലാവരും കുട്ടൂസനെ പോലെ ഇങ്ങനെ പറക്കുന്ന പനിയെ, അതും മങ്കൂട്ടപ്പെ വെള്ള പനിയെ നോക്കുമ്പോ തോന്ന് അന്ന് തൊട്ട് ഇതാരാ പനിയെ തിരുമ്പുന്നില്ല. ഓടിക്കോ പനിയെ തിരുമ്പുന്ന അറിഞ്ഞൂടാ പെങ്ങളാണോ ഈ നാട് നന്നാക്കാൻ വന്നത്. അന്ന് തുടങ്ങിയ ഓട്ട. പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എല്ലാവരും കുറച്ചും കൂടി നോക്കിട്ട് എത്ര വർഷിച്ചും ഈ സാധനം വെളുക്കുന്നില്ല. അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഈ പോലീസ് ട്രെയിനീസിനെ കാണാൻ അമ്മമാർക്ക് അവസരമുണ്ട്. എനിക്കിപ്പോ ഓർമ്മയുണ്ട്. ഏറ്റവും ആദ്യം വെള്ളിയാഴ്ച വൈകുന്നേരം ആ ക്യാമ്പിലേക്ക് വന്നത് ഷുക്കൂർ എന്ന് പറയുന്ന പോലീസുകാരുടെ അമ്മയാണ്. നമ്മ മൊട്ടയെല്ലാം പഠിച്ചിങ്ങനെ ഭീകരനെ പോലെ ഈ മായാവിനെ പോലത്തെ പഞ്ഞിനെ വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് ഒരമ്മ കാര്യം വരുമ്പോൾ 140 ആളുമില്ലേ അമ്മേന്റെ പയ്യനെ ഓടി. അമ്മ വിചാരിച്ച് ധാരാപ്പ വരുന്നതെന്ന് വെച്ചാൽ അമ്മ മലപ്പുറം ടൗണിൽ അമ്മ ഓടി. ഞാനപ്പോ ഷുക്കൂർ കുറച്ചും കൂടി സ്പീഡിൽ ഓടിയിട്ട് ആ ഉമ്മയോട് പറഞ്ഞ വർത്താനുണ്ട്. ഉമ്മ അതിനൊന്നല്ല, ഇതെങ്ങനെയാ തിരുമ്പണ്ടെന്ന് ചോദിക്കാൻ വേണ്ടി വന്ന. കാരണം 5 ദിവസമായി പയ്യൻ തിരുമ്പുന്ന അങ്ങോട്ട് അതുകൊണ്ട് മലപ്പുറം ടൗണിൽ കൂടി ഓടുക 140 ആളുകളുണ്ട്. ആ ഓടുന്ന നിമിഷം എന്റെ മുമ്പിൽ ഇരുന്ന ബിജുവില്ലേ ഒരു അമ്മ ഉണ്ട്, ഒന്നോ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഓടണമായിരുന്നോ എന്ന് ചോദിച്ചത് 140 ആളുകൾ എനിക്കറിയാം. അവിടെ ഈ മക്കളെ പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചോണ്ട് തിരുപ്പതെല്ലാം ഒരു തിരുപ്പിക്കോട്ടെ. അടുത്ത പണിമുഴ എന്താണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേകത. അമ്മമാരെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ശരിയാണെന്ന് നോക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു പ്രത്യേകത ബോറടിക്കുന്നു. 12 വയസ്സിന്റെ ചെക്കന് ബോറ് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, അമ്മക്ക് കൊടുക്കണം. എനിക്കെല്ലാം പറഞ്ഞ കാര്യമില്ല, അന്നോട്ടാ കുട്ടിയല്ലേ ഇതൊക്കെ ബോറ് അടിക്കും എല്ലാം അടിക്കും. ഞാൻ എന്റെ 12 വയസ്സ് പറഞ്ഞ് എനക്കുണ്ടോ ബോറ്? എനിക്ക് വീട്ടിൽ ഒന്നിനും നേരെയില്ല. കളിക്കണം, തിന്നണം, പോകണം, വേഷം പിടിക്കണം, ഒരു സ്ഥലത്ത് പോയാൽ അവിടെ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബോറിംഗ് ഇല്ലായിരുന്നു. എന്റെ മോൻ ബോറിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മോൻ ഒരു പണിയെടുക്കാണ്ട് മൃഗാളനായിട്ട് ഇങ്ങനെ മുദ്രിക്കുന്നത് മനസ്സിലാക്കണം. രക്ഷകർത്താക്കൾ മക്കൾ ബോറിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥകൾ ഉണ്ടാകും. നല്ലോണം പണി കൊടുത്തോളൂ. 18 വയസ്സ് വരെ നമ്മൾ ഇന്നലൊക്കെ നല്ല വിഷയം മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ടോ അങ്ങനെ ഒരു വിഷയമാണ്. നിങ്ങൾ മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ? യെസ് ഓർ നോ? വെരി ഗുഡ്. മൊബൈൽ ഫോൺ ഇഷ്ടമാണോ? യെസ്, വെരി ഗുഡ്. 18 വയസ്സിന് താഴെയുള്ള മനുഷ്യന്റെ പേരെന്താണ്? കുട്ടി, വെറും കുട്ടി. അത് വെളുത്തതാണെങ്കിലും കുട്ടി, കറുത്തതാണെങ്കിലും കുട്ടി, കോടീശ്വരനാണെങ്കിലും കുട്ടി, അന്തം വിട്ട കുട്ടി. അതുകൊണ്ട് ഇന്ത്യൻ നിയമം വളരെ വ്യക്തമായി പറയുന്നൊരു വർത്തമാനമുണ്ട്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിയന്ത്രിക്കാൻ, ശാസിക്കാൻ, തിരുത്താൻ, ഉപദേശിക്കാൻ ചങ്കൂറ്റമുള്ള രക്ഷാകർത്താക്കളും സമൂഹവും ഉണ്ടാവുന്നുണ്ട്. 18 വയസ്സിന് ഇവർ തീരുമാനിക്കുന്ന എല്ലാം പൊട്ടത്തറ്റേയുള്ളൂ. അതുകൊണ്ട് അത് ശരിയല്ല മോനെ, നീ ശരിയായ രീതിയിൽ നടക്കും മോനെ,
അടിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന രക്ഷകർത്താക്കളായിരിക്കണം. ഡീറ്റെയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് ഒരു അമ്മയ്ക്കും അഹങ്കാരം വേണ്ട. മനസ്സിലായില്ലേ? മക്കളാണ് മോനെ പൊട്ട 18 വയസ്സിലേക്ക് കുട്ടിയാണ്, എന്റെ അമ്മയാണ് ഞാൻ, എന്റെ ഉമ്മയാണ് ഞാൻ പറയുന്ന പോലെ അത് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് വിചാരിച്ചാൽ നടക്കും. മനസ്സിലായല്ലോ? എന്റെ മോനില്ല, എന്റെ മോനോട് ഞാൻ ചോദിച്ചു എനിക്ക് ഫോൺ വേണ്ട. ഓ മോനെ വേണ വച്ചാ അങ്ങോട്ട് വരൂ, ഇതാ ഫോണിതാ, എന്റെ അച്ഛന്റെ ഫോണിതാ, അതൊരു തുടിയിച്ചോളൂ, വിളിച്ചോളൂ. ഓമർ അങ്ങനെ സ്വന്തമായിട്ട് വേണം മോനെ അച്ഛൻ ഇങ്ങോട്ട് വരൂ. 18 വയസ്സ് കഴിഞ്ഞ് കുട്ടിയാണ്, അന്തം വിട്ട കുട്ടി. എനിക്ക് ഫോൺ വേണമെങ്കിൽ 18 വയസ്സായിട്ട് പണിക്ക് പോകണം, ഇത് ശമ്പളം വാങ്ങണം, കൂലി വാങ്ങിയിട്ട് മൊബൈൽ ഫോണ് ആ പൈസ കൊണ്ട് ഉണ്ടാക്കണം. അല്ലാണ്ട് ഈ അച്ഛൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ടല്ല നീ നടക്കേണ്ടത്. ഓന്റെ എന്നെ കൊല്ലുന്ന പുതിയ എല്ലാത്തിനും 18 എന്ന് പറയാം. ഓമർ എന്റെ അച്ഛൻ എന്റെ മുടി ഇങ്ങനെ ആക്കണം, ഇങ്ങോട്ട് വരൂ. ഒരു കുട്ടി ഞാൻ ബാർബർ ഷോപ്പിൽ പോയില്ല, ബാർബർ ഷോപ്പിൽ എന്റെ കൂട്ടുകാരോട് മുടി ഇങ്ങനെ ആക്കാൻ എത്ര വേണം? പത്തപ്പ പറഞ്ഞു മുടി ഇങ്ങനെ ആക്കാൻ 750 രൂപയും അതിങ്ങനെ ആക്കേണ്ട ജെല്ലിന് 1200 രൂപ, 2000 രൂപ മാസത്തിൽ. മോനി ഇങ്ങോട്ട് വരൂ. 2000 രൂപ എന്റെ മുടിക്ക് വേണ്ടി തരായിട്ട് എന്റെ അച്ഛൻ്റെ അടുത്തില്ല. ഇനി എനിക്ക് മുടി ഇങ്ങനെ ആക്കാൻ 18 വയസ്സായിട്ട് പണിക്ക് പോവാം, എന്നിട്ട് സ്കൂലി വാങ്ങിയിട്ട് മുടി ഇങ്ങനെ ഓനില്ല. എന്നെ വിനോദ് ഇങ്ങനെ ഞാൻ ഓനൊന്ന് നോക്കാനാണ്, അങ്ങനെ ഇങ്ങനെ നോക്കാനാണ്. അത് എത്ര വയസ്സിനെ ഞാൻ നോക്കൂ? 18 വയസ്സിൽ നോക്കൂ. മൂന്നാമതോടുള്ള അങ്ങേ സൈഡിൽ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടോ? ഇനി എന്റെ 3ാം ക്ലാസ്സുകാരോട് ആ വീടിന്റെ വലത്തേ സൈഡിൽ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടപ്പോ ഈ ചെക്കൻ എന്നോട് ചോദിക്കുക എന്നെ കുഴിച്ചിടാനുള്ള സ്ഥലമാണോ? ഞാൻ എന്നെ കുഴിച്ചിടുന്ന ഞാനങ്ങ് കുഴിച്ചിട്ടുള്ളൂ. 41 സകല ബിരിയാണിയെ കൂട്ടി ഇനി വെച്ചാൽ അതൊന്ന് ഇനി നോക്കട്ടോ. അപ്പോൾ ചോദിച്ച് എല്ലാ എന്തിനായി സ്ഥലം? ഞങ്ങൾ പോലെ 18 വയസ്സ് പണിക്ക് പോയി കുട്ടികൾ മുന്നോട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ച് മാത്രം പറഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട്. മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ? 90 വയസ്സിൽ എന്റെ അമ്മേനെ പോലെ അല്ലെങ്കിൽ എന്റെ അന്തംപെട്ട 3 വയസ്സുകാരനെ പോലെ അന്തംപെട്ട ബുദ്ധിയുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, A+ വേണ്ട. എന്താ വേണ്ടത്? ഇന്ത്യയിൽ ജീവിക്കുന്ന, ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രം. ഇന്ത്യയിൽ കുറെ നിയമങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാമോ? യെസ് പറഞ്ഞോ? ഒന്ന് വെച്ചത് പറ. ഇന്ത്യയിൽ കുറെ നിയമങ്ങളുണ്ട്. ഈ നിയമത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ഞാനും ജീവിക്കാൻ. ഈ നിയമത്തിനെതിരായ പ്രവർത്തനത്തെ നമ്മൾ പറയുന്ന പേര് കുറ്റം എന്നാണ്. എന്താ പറയുന്നത്? കുറ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നിയമത്തിന് വിരുദ്ധമായത് കുറ്റം. കുറ്റം ചെയ്തവന്റെ പേരെന്താ? കുറ്റവാളി അഥവാ കള്ളൻ. കള്ളൻ നല്ലത്. നിയമത്തിന് വിരുദ്ധമായത് കുറ്റം. പഠിച്ചോടെ, നിയമത്തിന് വിരുദ്ധമായത് എന്താ? കുറ്റം. കുറ്റം ചെയ്തവൻ കുറ്റവാളി. കുറ്റവാളി ശിക്ഷിക്കപ്പെടണം. തർക്കമുണ്ടോ? കള്ളൻ ശിക്ഷിക്കപ്പെടണമെന്ന് തർക്കമുണ്ടോ? അങ്ങനെയാണ് എങ്കിൽ ഈ സ്കൂളിൽ ഒരു നിയമമുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമോ? 10 മണിക്ക് ബെല്ലടിക്കണം നിങ്ങൾക്ക് അറിയാമോ? 10 മണിക്ക് എല്ലാ കുട്ടികളും ക്ലാസ്സിൽ ഇരിക്കണം നിങ്ങൾക്ക് അറിയാമോ? 10 മണിക്ക് നിങ്ങൾ ക്ലാസ്സിൽ വന്നിട്ടില്ല എങ്കിൽ അത് ഈ സ്കൂൾ നിയമത്തിന് വിരുദ്ധമാണോ? കുറ്റമാണോ? കുറ്റം ചെയ്തവന്റെ പേരെന്താണ്? കള്ളൻ. കള്ളൻ ശിക്ഷിക്കപ്പെടണോ? അപ്പൊ ക്ലാസ്സിൽ വൈകി വന്നാൽ ടീച്ചർക്ക് നിങ്ങളെ ശിക്ഷിക്കാനുള്ള അവകാശം മനസ്സിലായല്ലോ. പക്ഷെ എന്തിനാണ് പറയണം? വൈകി വന്നതിന് മനസ്സിലായല്ലോ. സമയം മനസ്സിലായ? അങ്ങനെ ഇന്ത്യയിൽ എല്ലാത്തിനും നിയമമുണ്ട്. ഇപ്പം വാഹനം ഓടിക്കുന്നതിന് 18 വയസ്സ് തികയാത്ത ഒരാൾ വാഹനം ഓടിക്കരുത്. നിങ്ങൾക്ക് ഓടിക്കാൻ മുട്ടും, കാരണം നിങ്ങൾക്ക് അന്തമുട്ട ബുദ്ധിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ മുട്ടും വേണ്ടാത്തെല്ലാം തോന്നും. 18 വയസ്സ് വരെ ഞാൻ വാഹനം ഓടിക്കില്ല എന്ന് ശക്തമായി പറയാൻ കഴിയുന്ന നട്ടലുള്ളവന്റെ പേരാണ് മനുഷ്യൻ. അതിൽ അപ്പുറത്തേക്ക് നിങ്ങൾ വിരുദ്ധനായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, പക്ഷെ നിങ്ങൾ വിരുദ്ധനാവും. കാരണം എന്താ? വാഹനത്തിൽ നിങ്ങൾക്ക് അന്തമുട്ട ബുദ്ധിയല്ലേ, നിങ്ങൾ കള്ളനാവുന്നില്ല മുട്ടുന്നത്. ഇവരെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? 18 വയസ്സിന്റെ മേലെയുള്ള അച്ഛൻ എന്ന് പറയുന്ന, അമ്മ എന്ന് പറയുന്ന സാധനം 18 വയസ്സ് വരെ പറ്റൂല. എന്റെ 14ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ അച്ഛനോട് അച്ഛൻ ബൈക്ക് വേണം. അച്ഛൻ മോനെ ഇങ്ങോട്ട് വാ. ഞാൻ ആദ്യമായിട്ട് അച്ഛൻ മോനെ നോക്കിയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് ബൈക്ക് വാങ്ങിച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ഞാൻ ചിച്ചങ്ങായിയാണല്ലോ ഞാൻ പൊട്ടാന്ന് വിളിച്ചത്. അച്ഛൻ പറഞ്ഞു മോനെ 18 വയസ്സ് വരെ ഈ നാട്ടിൽ 18 വയസ്സിൽ താഴെ കുട്ടി വാഹനം ഓടിക്കാൻ പാടില്ല, നിയമമുണ്ട്. എന്റെ മോൻ കള്ളനായി വളരുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാനില്ല എന്റെ അച്ഛനൊന്ന് കെട്ടിയാൻ കുറിച്ച്, കാരണം ഞാൻ വിചാരിച്ച എന്റെ അച്ഛൻ എന്നെ തീരെ ഇഷ്ടമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഞാൻ കള്ളനായി ജീവിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ അച്ഛനെ മുയിച്ചു നോക്കി പച്ച പറഞ്ഞു ഒന്നും പേടിക്കണ്ട, എന്റെ അക്കൗണ്ടിലില്ല ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ കിട്ടിയത്. എന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ട് ഇനി ലൈസൻസ് എടുത്തിട്ട് വേണം ബൈക്ക് ഓടിക്കാൻ.
ഞാൻ വെച്ച് പറച്ചവനെ ദൈവം നിൽക്കുന്നു. അങ്ങനെ 18 വയസ്സ് വരെ ഞാൻ മുട്ടി ആര് ബൈക്ക് പറഞ്ഞാലും ഞാൻ തൊടൂല. കാരണം എനിക്ക് കള്ളനാവാൻ ഇഷ്ടമല്ലല്ലോ. 18 വയസ്സ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയ ഉടനെ ഞാൻ എൻ്റെ അച്ഛനോട് അച്ഛാ എന്താ 1.5 ലക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അച്ഛൻ പറഞ്ഞ ഏത് 1.5 ലക്ഷം? ഞങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പണ്ട് എൻ്റെ പേര് കിട്ടിക്കില്ലേ? ശരി ഞാൻ മട്ടലെടുത്ത് മാറണമെങ്കിൽ എന്നിട്ട് പറഞ്ഞു പണിക്ക് പോയിട്ട് വാങ്ങണ്ടാവായിരിക്കും. ഞാൻ നിങ്ങളെന്നെ പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആ അച്ഛനോടുള്ള വാശി ഉണ്ടല്ലോ, അന്ന് തുടങ്ങിയ വാശി. ഞാൻ ബൈക്ക് വാങ്ങും സ്വന്തമായി. അച്ഛൻ്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ടാന്ന് കണ്ടില്ലേ. 21ാമത്തെ വയസ്സിൽ ഞാൻ ട്യൂഷൻ എടുത്തിട്ടില്ലേ. നോനോടെ ട്യൂഷൻ ആര് പറഞ്ഞാൽ ഞാൻ പൊട്ടനാണെങ്കിലും ഇല്ല. വീട്ടിൽ ആരെങ്കിലും ട്യൂഷൻ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ട്യൂഷൻ എടുത്തുള്ളൂ. നട്ടപ്പാരം ട്യൂഷൻ എടുത്ത് അവസാനം 21ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ പെട്ടിയിൽ സ്വരുക്കൂട്ടി വെച്ച പൈസ എടുത്ത് നോക്കുന്നില്ലേ 28,000 രൂപ. ഞാൻ പീഡിയക്കാരാണ്. എനിക്കൊരു ബുള്ളറ്റ് എങ്ങനെയെങ്കിലും വേണം. അങ്ങനെ ആ ചങ്ങയില്ലേ 28,000 രൂപ എന്നൊരു ബുള്ളറ്റ് വായിക്കാൻ. ആ ബുള്ളറ്റ് കൊണ്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കിത് ഓടിക്കുന്ന അറിയാവാ. എനിക്ക് വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഗുഡ്സിലിട്ടിട്ട് കിടക്കാൻ പോകുന്നു. പിന്നെ അച്ഛൻ ഉറങ്ങുന്ന ബെഡ്റൂമിന്റെ ചുമരിന്റെ മേലെ കൊണ്ടാക്കി ഞാൻ ഗുഡ്സായിട്ടോ ഇതൊന്ന് സ്റ്റാർട്ടായിട്ട് ഓപ്പൺ ഇതിലേക്ക് എന്തിനാ കൊണ്ടാക്കി വാങ്ങിയത്? ഞാൻ അതിനാൽ ഇത് വേറെ എനിക്ക് കാണിച്ചു സ്റ്റാർട്ടാക്കി. എൻ്റെ അച്ഛൻ 2 മണിക്ക് ഉറങ്ങും, കൃത്യസമയത്ത് ഉറങ്ങും. അച്ഛൻ ഉറങ്ങുന്ന സമയത്ത് ഈ ജനവാതിലിന്റെ ചൂട്ടിൽ ഇത് കൊണ്ടാക്കിയിട്ട് ചങ്ങായിയോട് ഒരു സ്റ്റാർട്ടായിക്കൊണ്ട് ചങ്ങായി ബുള്ളറ്റ് ടപടാന്ന് സ്റ്റാർട്ടായപ്പോഴില്ല അകത്തുനിന്ന് ഒരൊച്ച ഞാനും അച്ഛൻ കഷ്ടം കൊണ്ട് വിട്ട് വീണത്. ആ വീണ ദേശത്തോടു കൂടി അച്ഛൻ ജനവാദി ഒറ്റ അങ്ങോട്ടല്ല. ഞാൻ ബുള്ളറ്റ് വാങ്ങിയതാ. അച്ഛന്റെ കണ്ണെന്ന് 2 കൂടി കണ്ണുനീരങ്ങ് ആ ഗുഡ്സുകാരൻ പറഞ്ഞ് ഇതിന്റെ അച്ഛന് കുസുമ്പാണ് കരയുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായെന്നറിയോ, അച്ഛൻ കരുന്നതല്ല. അച്ഛനോടുള്ള വാശിക്ക് സ്വന്തം മോൻ പൈസ ഉണ്ടാക്കിയിട്ട് ബുള്ളറ്റ് വാങ്ങിയ സന്തോഷം കൊണ്ട് ആ കണ്ണുനീര് വന്നതെന്ന് മനസ്സിലാവാൻ ഞാനൊരു അച്ഛനാവേണ്ടി വന്നു. നിങ്ങൾക്ക് അച്ഛനോട് അമ്മയോടെല്ലാം ദേഷ്യം തോന്നും. പക്ഷെ അച്ഛനോടൊന്നും ദേഷ്യമാണ്. നമ്മൾ അധ്വാനിച്ച് ടൂർ വന്നിട്ട് ടൂർ വാങ്ങിയിട്ട് കാശ്മീരിൽ പോകണം. എന്റെ ഇവരെ മുമ്പിൽ വരണം. വിമാനത്തിന് ഇങ്ങനെ വഹിക്കുന്ന വേഗം വഹിച്ചിട്ട് അച്ഛൻ പോവുകയാണ് ദുബായി പോയിട്ട് വരാം എന്ന് പറയാം. അച്ഛൻ പ്ലിങ്ങി പോകണം. അതുകൊണ്ട് അച്ഛന്മാർ പറയണ ഈ മുമ്പ് ഈകളെ അങ്ങ് കൂട്ടണം, എന്നാലേ ഐറ്റൽ ദുബായി പോകും. അപ്പൊ മനസ്സിലായല്ലോ. എല്ലാവരും ആത്മഹത്യ ചെയ്യില്ല. മാർക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാം. മാർക്ക് പറഞ്ഞാൽ പോട്ടണോ അടുത്ത കൊല്ലം നമുക്ക് പിന്നെ ചെയ്താലോ. 100 വയസ്സിനെ വരികയും ചെയ്തവിടെ. നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? അച്ഛനാണെങ്കിൽ ദുർദൂർ എന്ന് പറയുന്നത് ആണെന്ന് ദുർദൂർ എന്ന് പറഞ്ഞോട്ടെ. തെറ്റ് കണ്ടാൽ നമ്മൾ സ്വീകരിക്കണം. പറഞ്ഞല്ലോ. ഇനി ഈ സ്കൂളിൽ 8ാം ക്ലാസ് ആരെങ്കിലും മരിക്കുമോ? നിങ്ങൾ മരിക്കുകയും ചെയ്യില്ല. അപ്പുറം കാരണം ഒരു കിളുന്ന് ഒഴിവാക്കാൻ പറ്റാത്ത നിങ്ങളെ മരിക്കാണ്ടിരിക്കുന്നു. സംഗതി മനസ്സിലായല്ലോ. ഞാനൊരു കാര്യം ചെയ്യട്ടെ. നിങ്ങൾ കള്ളനാണോ? യെസ് പറഞ്ഞോ? സ്റ്റാർട്ടായി പറ. വെരി ഗുഡ്. അല്ല നിങ്ങൾ കള്ളത്തിയാണോ? യെസ് പറഞ്ഞോ? പക്ഷെ പറ. വെരി ഗുഡ്. അല്ല നിങ്ങൾ കള്ളനാണോ? വെരി ഗുഡ്. നിങ്ങളോ? എന്നാലൊരു സ്വകാര്യം പറയട്ടെ. നിങ്ങൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത്? യെസ് പറഞ്ഞോ? ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ഇന്ത്യയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കണമെന്നാണ് നിയമം. ഇന്ത്യയിൽ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമാണ്. കുറ്റം ചെയ്തവന്റെ പേരെന്താ? നിങ്ങൾക്ക് മോട്ടോർ വെഹിക്കിളൊക്കെ അറിയാമോ? കള്ളനാശമില്ല. അല്ല നിങ്ങൾക്ക് വനിതാ സംരക്ഷണ നിയമം അറിയാമോ? അറിയാം. നിങ്ങൾക്ക് പോക്സോ നിയമം അറിയാമോ? ജാമ്ലിംഗ് അറിയാമോ? അറിഞ്ഞോടാണെങ്കിൽ ഞാൻ എന്നോട് വരിക. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും, നമ്മൾ ചെയ്തിരിക്കും. ഇനി ഇവിടെ ആരുണ്ട് കള്ളമാറില്ലാത്ത എത്ര ആളുള്ള നോക്കുമ്പോൾ സാഗരവഞ്ചം പറഞ്ഞതല്ല. ഇതാരും പഠിപ്പിച്ചുള്ള അത് തന്നെയാണ് വിഷയം. നിയമം അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. നിയമം അറിയില്ല അഥവാ നിയമം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെയും ജയിലിൽ പോകുന്നത്. അതുകൊണ്ട് മുണ്ടണ്ട. നിയമം അറിയാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്നുള്ള അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരുടെ അതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ ശിക്ഷ ഇറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും നിയമം അറിയാമെന്ന് വെച്ചാൽ ഒന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിടന്നോളി. ഇനിയിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നേരം ഉണ്ടോ? നമ്മൾ മക്കളെ ഇതൊന്നും പഠിപ്പിക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് മൊബൈൽ ഫോണിനെ കുറിച്ചാണ്. ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കരുത് എന്നും പറഞ്ഞൊരു നിയമം ഇന്ത്യയിലുണ്ട്. മക്കൾക്ക് മൊബൈൽ ഫോൺ വേണ്ടാന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നും ഉപയോഗിക്കരുതെന്നും പറഞ്ഞ നിയമമുണ്ട്.
ആ നിയമത്തിനനുസരിച്ചിട്ടാണ് നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? ആരെങ്കിലും ആ നിയമത്തിനനുസരിച്ചിട്ടാണോ? നല്ലൊരു സ്വകാര്യം ഞാൻ പറഞ്ഞേ. മൊബൈൽ ഫോൺ ഉള്ളവരത് കൈകൊക്കും. മൊബൈൽ ഫോൺ സ്വന്തമായിട്ടുള്ളവര് മാവൂർ മൊബൈൽ ഫോൺ ഇല്ല. ചോദ്യം മനസ്സിലായില്ല. ഈ മൊബൈൽ ഫോൺ സ്വന്തമായി കൈവശമുള്ളവരെന്ന് കൈബന്ധിക്കാൻ അമ്മയായാലും കുട്ടികളായാലും എല്ലാം. ഇത് ഉപയോഗിക്കാത്തവരെന്ന് കൈബന്ധിക്കും. ഇതുവരെ ഉപയോഗിക്കാത്തവരും മൊബൈൽ ഫോൺ എല്ലാം ഉപയോഗിച്ചില്ല. എന്നാലൊരു സ്വകാര്യം പറയട്ടെ, നിങ്ങൾ മൊബൈൽ ഫോൺ നിയമത്തിനനുസരിച്ചിട്ടാണോ ഉപയോഗിച്ചത്? ആണോ? അല്ല എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, മൊബൈൽ ഫോൺ നിയമത്തിനനുസരിച്ചിട്ടല്ല നിങ്ങൾ ഉപയോഗിച്ചതെങ്കിലില്ലേ നിങ്ങളുടെ വീട്ടിലേക്ക് 2 വണ്ടി കടന്നു വരും. എത്ര വണ്ടി കടന്നു വരും? വണ്ടിയുടെ കളർ ഞങ്ങൾ പറഞ്ഞുതരാം. ഏത് വണ്ടിയാണെന്ന് പറഞ്ഞത്? ഒന്നാമത്തെ കളറ് വെള്ള വണ്ടി. ഏത് വണ്ടി? വെള്ള വണ്ടി ഏതാ? ആംബുലൻസാ. ഒന്നും പഠിക്കണ്ട. ആംബുലൻസ് വരുന്നു, അതിനുള്ള വെള്ള തുണി എടുത്തിട്ട് ഇങ്ങ് വെക്കുന്നു, കുഴിയിൽ വെക്കുന്നു, കുഴിച്ചിടുന്നു. ആംബുലൻസ് ആണ് പ്രശ്നം. ആംബുലൻസ് അല്ല നിങ്ങളെ വീട്ടിലേക്ക് വരിക. നിങ്ങളെ വീട്ടിലേക്ക് ആ നീല കയറ്റിട്ടുള്ളൊരു വണ്ടിയാണ് നിങ്ങൾ കണ്ടിക്കില്ല ഇങ്ങനെ. എന്നാ പച്ചോനാണ് ഇപ്പൊ അടുത്ത് വരുന്നത്. അതിങ്ങനെ വരുന്നത്. ഇത് കാണുമെന്നാണോ അമ്മേ? എന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് തോന്നുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏത് വീട്ടിലേക്ക് അത് കടന്നു വരും. രണ്ടാമത്തെ വണ്ടി മഞ്ഞ വണ്ടി. മഞ്ഞ വണ്ടി ഏതാ? എനിക്ക് കണ്ടെടുത്താൽ കണ്ടോ. പിന്നെ അത് നോക്കി മഞ്ഞ വണ്ടി ഭ്രാന്താശുപത്രിയിലെ വണ്ടി. ഏതാ വണ്ടി? അപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന അമ്മമാരും കുട്ടികൾ ഉറപ്പിച്ചോ, ഏത് വണ്ടി വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഏത് വണ്ടിയാണ് വേണ്ടത്? വെള്ള വണ്ടി മതിയാ? അപ്പൊ നിങ്ങൾ വെള്ള വണ്ടി വന്നാൽ അങ്ങനെ റെഡി. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഹെൽമെറ്റ് ഇടാണ്ട് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ശിക്ഷകൾ അറിയാലോ. എന്താ ശിക്ഷ? 500 രൂപ ഫൈൻ. സീറ്റ് വെട്ടിട്ടില്ലെങ്കിലോ 250 രൂപ ഫൈൻ. അറിയാമല്ലോ. എന്നാല് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളൊരു കുറ്റം ചെയ്താലില്ലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്നറിയണം? എന്താ? എല്ലാവരും ഒന്നുകൂടി ശ്വാസത്തോടെ ഭീകരമായിട്ടുള്ള സാധനം കേൾക്കാൻ പോകണം. റിലാക്സ്, ബ്രീത്ത്. വെരി ഗുഡ്. കേൾക്കാൻ റെഡിയാണോ? മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കുറ്റം ചെയ്താലേ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. 500, 200, 100, 150 എന്ന് പറഞ്ഞ സാധനം ഒന്നും മൊബൈൽ ഫോണിൽ എന്താ ശിക്ഷയുള്ളൂ? റിപ്പീറ്റ്. എന്താ മിനിമം ശിക്ഷ? 3 വർഷം തടവും 1 ലക്ഷം. മാക്സിമം ശിക്ഷ കേട്ടാ കസേര പറഞ്ഞു വരുന്നത് 1 കോടി രൂപ പിഴയും ജീവപര്യന്തം തടവും. സന്തോഷമായ നമുക്ക്? സന്തോഷമായ? അപ്പൊ വെള്ള വണ്ടി ഇങ്ങനെ വരുമ്പോ നിങ്ങൾ പറയണം, അമ്മേ പുറപ്പെടുകയാണ്, 3 കൊല്ലം കഴിഞ്ഞിട്ട് കാണാം അമ്മ, എന്നെ നോക്കി വന്നതാണെന്ന് തോന്നുന്നു. കാരണം മൊബൈൽ ഫോൺ. ഇനി ഈ സൈബർ ലോകത്ത് എന്ത് കുറ്റം ചെയ്താലും പ്രശ്നം. നിങ്ങൾ അത് സൈബർ ലോകത്താണോ ജീവിക്കുന്നത്? യെസ് പറഞ്ഞോ? നിങ്ങൾ സൈബർ ലോകത്താണോ ജീവിക്കുന്നത്? അല്ല. മൊബൈൽ ഫോൺ കണ്ടിട്ടുണ്ടോ? യെസ് പറഞ്ഞോ? സിം കാർഡ് കണ്ടിട്ടുണ്ടോ? അതിനുള്ളിൽ മെമ്മറി കാർഡ് കണ്ടിട്ടുണ്ടോ? പെൻഡ്രൈവ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായി വാട്സപ്പ് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടോ? സ്കൈപ്പ്, IMO, ജിമെയിൽ അക്കൗണ്ട് സ്വന്തമായിട്ടുണ്ടോ? യാഹൂ, ഐക്യു, സോമ, ഇൻസ്റ്റഗ്രാം ഉണ്ടോ? സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, അലോ ചാറ്റ്, വി ചാറ്റ്, സ്നാപ്പ്, അങ്ങനെ എന്തെങ്കിലും എക്സ് എന്നുള്ള സാധനം ഉണ്ടോ? ഇല്ല. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടോ? ലാപ്ടോപ്പ് ഉണ്ടോ? ടാബ് ഉണ്ടോ? ലാൻഡ് ഫോൺ ഉണ്ടോ? വീട്ടിൽ കേബിൾ കണക്ഷൻ ഉണ്ടോ? വീട്ടിൽ ഡിഷിന്റെ കണക്ഷൻ ഉണ്ടോ? ഉപയോഗിച്ച് നശിച്ചതെങ്കിൽ പുറകത്തെ ജീപ്പിൽ നിങ്ങൾ കൂടി വരണ്ടേ? സന്തോഷമായല്ലോ. അതുകൊണ്ട് അമ്മമാർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ ഈ കോഴിക്കോട് നടന്ന ഒറ്റ എക്സാമ്പിൾ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ജനുവരി 1-ാം തീയതി പത്രത്തിൽ കോഴിക്കോട് ജില്ലയിലുള്ള ഗംഭീരമായൊരു വാർത്ത ഉണ്ടായിരുന്നു. 6 വയസ്സുകാരനായ ഒരു കുട്ടി തൂങ്ങി മരിച്ചു എന്നായിരുന്നു വാർത്ത. വായിച്ചിട്ടുണ്ടാണെങ്കിലും ആ ശവശരീരങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ വാർത്ത, 6 വയസ്സുള്ള കുട്ടി അച്ഛനെയും അമ്മേനെയും പറ്റിച്ചുകൊണ്ട് പുതപ്പിന്റെ ഉള്ളിൽ പോയിട്ട് യൂട്യൂബ് നോക്കുകയായിരുന്നു. രാവിലെ എണീറ്റ് മൂത്രമൊഴിച്ചിട്ട് പഠിക്കുമ്പോൾ പറഞ്ഞിട്ട് അമ്മ അടുക്കള പണിയിൽ മുഴുകുമ്പോ ചെക്കൻ അടുക്കളയിൽ നിന്ന് അല്ലെങ്കിൽ അകത്തുനിന്ന് പഠിക്കുന്നതെന്ന് വിചാരിച്ച അമ്മ ഞാൻ നോക്കും, ചെക്കൻ ഞാൻ കിടക്കുന്നുണ്ട് നോക്കും, പുതപ്പിന്റെ ഉള്ളിൽ കിടന്നിട്ട് യൂട്യൂബ് നോക്കാൻ അവന്റെ പണി.
അങ്ങനെ കോഴിക്കോടിലൊക്കെ യൂട്യൂബ് നോക്കി ഒരു ദിവസം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചപ്പോ അവന്റെ തലച്ചോറങ്ങ് ചെതറിപ്പോയി. നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? 6 വയസ്സുകാരന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തലച്ചോറ് ചെതറി? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടീനാണ് കൊണ്ടുപോയത്. എന്ത് രസമെന്നറിയോ, വെള്ള വെച്ചിട്ടില്ലേ ഈ തലച്ചോറ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടില്ലേ, ഓണത്തിന് പൂക്കളിട്ട ചുവപ്പ് കറുപ്പ് വെള്ള ഇങ്ങനെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണുന്നില്ല, ഇന്റെ തലച്ചോറത്താ മുട്ടിടുക. നീ ഉപയോഗിക്കണം കേട്ടാ, കട്ടിന്റെ അടിയിൽ ഉപയോഗിക്കണം, എന്നാൽ കുറച്ചും കൂടി നല്ല. ഞാൻ അതിന് ശേഷം അതാണ് പറഞ്ഞത്, എനിക്ക് പോലീസുകാരൻ എന്ന രീതിയിൽ ഈ തലച്ചോറ് പൊട്ടിച്ചെതറിയ കണ്ട ഞാനില്ലേ, എനിക്ക് എന്റെ മോൻ ഫോൺ എടുക്കുന്നത് കാണുന്നില്ല. കാരണം നാളെ അവന്റെ തലച്ചോറും നമ്മളെ വന്നു വേണം. ഇനി നിങ്ങളെ തലച്ചോറ് മാത്രമല്ല, 33 വയസ്സുകാരൻ വളരെ കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് ആ പ്ലഗിന്റെ ഉള്ളിൽ പ്ലഗും കുത്തിയിട്ട് കിടുകിട് ഫോൺ വിളിച്ചാൽ കേട്ടിട്ടില്ല. നിങ്ങൾ എന്താ കേട്ടെ, നിങ്ങൾ എന്തെങ്കിലും കേട്ടില്ല? ആ ചങ്ങായി ബസ് സ്റ്റാൻഡിലെ പ്ലഗ് കുത്തിയിട്ട് ഫോൺ വിളിക്കുമ്പോൾ ഫോൺ പിന്നെയും പൊട്ടി തെറിച്ച് 33 വയസ്സുകാരുടെ തല പടപടാ. എന്ത് രസമാണ്, കട്ടക്കട്ടായിരിക്കും. നിങ്ങൾ ഷെയ്ക്ക് അടിക്കൂലേ, ഷെയ്ക്ക് ഈ കട്ടപ്പാലിനെ തച്ച് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാ പാലായി വരൂലേ, ആ തലച്ചോറുണ്ടാ, വെള്ളമുണ്ടാ, തോന്നുണ്ടാ, തറപ്പുണ്ടാ. നിങ്ങൾ അച്ഛന്റെ തലച്ചോറ് ഇങ്ങനെ ചെതർന്ന് നിങ്ങൾ കാണണം. എന്നാൽ മാത്രമല്ല ഒരു പേടിയും കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു പോലീസുകാരനാവണം. ആക്സിഡന്റ് 16 വയസ്സുകാരൻ റോഡ് പോലെ പടഞ്ഞ് ഇങ്ങനെ തീരുന്ന കാണുന്ന കാഴ്ച കാണാത്തതുകൊണ്ടാണ് ഇങ്ങനെ ദൈവത്തോടുകൂടി ഇരിക്കുന്നത്. അവിടെ എന്റെ മോൻ ഫോൺ ഉപയോഗിച്ച് കട്ടിക്കടി പോകുന്ന എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്താ, ഓ മരിച്ചുകൂടായില്ല. നിങ്ങൾക്ക് മരിക്കണം. ഇനി പ്ലഗിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് അച്ഛൻ ഫോൺ വിളിക്കുമ്പോൾ വിളിച്ചോ തലച്ചോറ് ഉണ്ട പോലെ പൊട്ടട്ടെ എന്ന് പറയാൻ കഴിയുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ അച്ഛൻ ഫോൺ വിളിക്കും. അച്ഛൻ ഡോണ്ടു അച്ഛ ആയൊക്കെ പോകും. അച്ഛൻ മരിച്ചു അച്ഛൻ പിന്നെ ആരുമില്ല എന്ന് പറയാൻ കഴിയുന്ന മക്കളായിട്ട് നിങ്ങൾ മാറണം. ഓക്കെ, അങ്ങനെ മനസ്സിലായല്ലോ? ഇപ്പൊ പോലീസുകാരുടെ പ്രത്യേകത മനസ്സിലായല്ലോ? യെസ്. അങ്ങനെ ഞാൻ ഈ ചെക്കൻ മരിച്ചപ്പോ 6ാം ക്ലാസ്സിലെ 6 വയസ്സിൽ 1ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചപ്പോ നാട്ടുകാർ പറഞ്ഞു 1ാം ക്ലാസ്സിലെ കുട്ടി തൂങ്ങി മരിക്കൂലാന്ന്. ഓനാരോ തച്ചു വന്നതാന്ന് പറഞ്ഞു. പോലീസ് കേസ് അന്വേഷിച്ചു. അപ്പൊ അമ്മയോട് ചോദിച്ചു, അമ്മ നിങ്ങൾ എന്തൊക്കെയായി കുട്ടിക്ക് കൊടുത്തതെന്ന് ചോദിച്ചപ്പോ ഇല്ലേ, അമ്മ പറഞ്ഞു എന്റെ മോന് 2-2.5 വയസ്സാവുമ്പോ ഫോണിന് കരയുമായിരുന്നു. അങ്ങനെ അവന്റെ അച്ഛൻ ഗൾഫിലേക്ക് പോയി. അവന്റെ അമ്മ പറഞ്ഞു എന്റെ മോൻ പഠിക്കാൻ മിടുക്കനായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മ എനിക്ക് കിട്ടാത്ത ഫോൺ എന്റെ മകനും ഉപയോഗിച്ച് ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിച്ച ആ പാവപ്പെട്ട അമ്മ ഈ ഗൾഫിൽ നിന്ന് 35,000 രൂപയുടെ ഒരു ഫോണ് അന്തം വിട്ട 2.5 വയസ്സിൽ വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാം കണ്ടപ്പോ നാട്ടുകാരനും പറഞ്ഞു എനക്കും വേണോ ഒന്ന്, എന്റെ ചെക്കനും വേണേനും നല്ല പറഞ്ഞിങ്ങനെ. ഈ ചെക്കനാണെങ്കിൽ നാട്ടുകാരെ കാണിക്കേണ്ടിട്ട് ഈ ഫോൺ കല്യാണ വീട്ടിലെല്ലാം കൊണ്ടുപോയാൽ ഇങ്ങനെയാണ് നടക്കുക. ഇങ്ങനെ നടക്കുന്ന നാട്ടുകാരുടെ പിള്ളേർമാർ പറഞ്ഞു എന്ത് തോന്നും, ഓന്റെ അച്ഛനാണ് നല്ല അച്ഛൻ, എനിക്ക് അച്ഛൻ പോട്ടെ ഇതുവരെ പറയുന്നത് നീ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ 2.5 വയസ്സ് പോലെ ചെക്കൻ പോലീസ് ആ അമ്മയുടെ ചെല്ലമ്മ ഈ ഫോൺ വാങ്ങിക്കോട്ടു, നിങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിരുന്നോ? ആ അമ്മ അവന് ഗുണമുണ്ടായിരുന്നോ? ആ ചെക്കനില്ലേ പിന്നീട് ഞങ്ങളോടൊന്നും സംസാരിക്കില്ല. ഓരെന്ത് ചോദ്യം ചോദിക്കോ ഗൂഗിളിനോടാ, ഗൂഗിള് എങ്ങനെയാണ് കരയുക? അപ്പൊ ഗൂഗിൾ പറയും ഗൂഗിളിലെ കാക്കയുടെ നിറം എന്താണ്? അപ്പൊ ഗൂഗിൾ പറഞ്ഞു കറുപ്പ്. അങ്ങനെ എല്ലാം ഗൂഗിളിനോടാ ചോദിക്കാൻ അമ്മ പറഞ്ഞു. പിന്നീട് അമ്മ പറഞ്ഞു എന്റെ മോൻ എല്ലാ സംഗതിയും പഠിക്കും. എങ്ങനെയാണെന്നറിയോ പോലീസെ? യൂട്യൂബിൽ നോക്കി പഠിക്കുക. ഓ 3.5 വയസ്സാകുമ്പോ ഈ ഇംഗ്ലീഷ് പദ്യം പാടുന്നത് നിങ്ങൾ കേൾക്കണം പോലീസ്. ഇങ്ങനെയാ പറയാ, അല്ലാതെ എഫോർ ആപ്പിൾ എന്നൊന്നും നോക്കറിയില്ല. അമ്മ ഇങ്ങനെ പൊന്തുക. ഓന്റെ ഇംഗ്ലീഷ് പാട്ട് കേൾക്കണം അമ്മ പോലീസ്. ഇങ്ങനെ അമ്മ പറഞ്ഞു 5ാമത്തെ വയസ്സാകുമ്പോഴേക്ക് കൊറിയൻ ഭാഷ പഠിച്ചു. അമ്മ ഇങ്ങനെ പൊന്തി വരുക ചക്കനെ കുറിച്ചിട്ട്. അങ്ങനെ 6 വയസ്സായപ്പോ ഈ ചെക്കൻ ഒപ്പിൾ ചേർക്കണല്ലോ. അങ്ങനെ ഈ ചെക്കൻ 1ാം ക്ലാസ്സിൽ ചേർത്തു. 1ാം ക്ലാസ്സിൽ ചേർത്തപ്പോ ആ ചെക്കൻ ക്ലാസ്സിലിരിക്കാൻ ഓടി വീട്ടിൽ വന്നു. ടീച്ചർ തന്നെ സാധനമില്ല എല്ലാം അങ്ങനത്തെ അമ്മ ക്ലാസ്സിൽ ഇരുന്നാക്കി. എന്നാൽ ചെക്കൻ ഇരുന്നു. അമ്മ ഒരാഴ്ച ക്ലാസ്സിൽ ഇരുന്നപ്പോ ചെക്കൻ ഒരാഴ്ച അമ്മയുടെ പോവാന്ന് ചെക്കൻ ക്ലാസ്സിൽ ഇരുന്നില്ല. 8ാമത്തെ ദിവസം മുതൽ അമ്മ ക്ലാസ്സിലിരുന്ന് ചെക്കൻ ഓടി വീട്ടിൽ പോയി കഴിച്ചു. അമ്മ 1ാം ക്ലാസ്സിൽ ഇരിക്കാൻ ചെക്കൻ ക്ലാസ്സിലിരുന്നു. അങ്ങനെ ആ സ്കൂളിൽ ടീച്ചർ പറഞ്ഞു ഈ ചെക്കൻ എന്തോ ഒരു സുഖം വരുന്നു.
അങ്ങനെ ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ഒരു സൈക്യാട്രിസ്റ്റിലുണ്ട്, ഡോക്ടർ മാനസികമായിട്ട് പ്രശ്നമുള്ള ഡോക്ടർ എല്ലാം സൈക്യാട്രി. ആ വിഭാഗത്തിൽ ഡോക്ടർ അപ്പൊ ഡോക്ടർ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോ ഈ അമ്മ നിങ്ങളെ മോനുകൾ എന്താണ് വാങ്ങിയത്? അമ്മ ഫോണ് എത്ര വയസ്സ്? 2.5 വയസ്സ്. ഡോക്ടർ ചോദിച്ചാൽ നിങ്ങളെ മോന് ഫോൺ കൊടുത്തോട്ട് ഓ നല്ല അങ്ങനെ പറയുമ്പോൾ എല്ലാം ഗൂഗിളിനോട് എല്ലാം യൂട്യൂബിനോട് ഡോക്ടർ ചോദിച്ചാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഗുണമുണ്ടെന്ന് ചോദിച്ചപ്പോ ആ അപ്പൊ പറഞ്ഞ വർത്താനം പറയാം, എന്റെ മോനില്ല പോലീസെ എന്ത് കൊടുത്താലും തിന്നും. ഡോക്ടർക്ക് എങ്ങനെ? ഒന്നുമില്ല, ഫോൺ എടുക്കുക, യൂട്യൂബ് എടുക്കുക, തുറക്കുക, ചോറിങ്ങനെ ഉരുട്ടി വെക്കുക, യൂട്യൂബ് കാണിക്കുക, ഉരുട്ടുക. ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യ എന്റെ ചക്കര തീറ്റിക്കുന്നത് യൂട്യൂബ് കൊടുക്കുക, ഞാനിത് കൊണ്ടുപോ ഭാര്യയുടെ എല്ലാവരും ഇങ്ങനെ കളിക്കുന്നതിന് ഓള് ഒന്നും പേടിക്കണ്ട, എന്ത് കൊടുത്താലും ചെക്കൻ ഞാൻ പറഞ്ഞു കൊടുത്താട്ടെ. അങ്ങനെ ഓള് കുറെ ചോറും മീനൊക്കെ വയറ്റിങ്ങനെ ആനക്കാരൻ വയറ്റുന്ന വെച്ച് യൂട്യൂബ് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുക. അത് ഇങ്ങനെ നിങ്ങൾ അരി പൊടിക്കുന്ന മിഷൻ കണ്ടിട്ടാണ്. ആ അരി പൊടിക്കുന്ന മിഷൻ എത്ര അരി ഇട്ടാലും അരി പൊടിക്കുന്ന മിഷൻ പറയാം ഇത് ഇനി ഇടരുത് എന്നൊന്നും പറയില്ല. അതിങ്ങനെ ഞങ്ങൾ ചെക്കൻ ഇങ്ങനെ തന്നു ഒരു മിനിറ്റ് ഞാൻ കൊടുത്തോട്ടെ ലേശം ചോറ് പഴമ കൊടുത്തോ എന്തും ഞാൻ എന്ത് പറയോ ആ ചോറിൽ കുറെ ഉപ്പ് വാരിയിട്ട് കുറെ ഉമിയും വാരിയിട്ട് എന്നിട്ട് കുഴച്ച് ആ അന്തം വിട്ട ചെക്കൻ ഇങ്ങനെ കൊടുത്ത് ചെക്കനില്ലേ ഉപ്പാണോ ഉമിയാണോ പുല്ലാണോ എന്നൊന്നും ചെക്കന് തിരിയുന്നില്ല എന്ന് അന്നേരം എന്റെ ബുദ്ധിമതിയായ വായിലേക്ക് മനസ്സിലായത്. അപ്പോൾ ഐശ്വര്യ ഇനി തരാൻ തന്നെയല്ലേ അന്നേരം നമുക്ക് മനസ്സിലായത് ഈ ചെക്കൻ പുല്ല് കൊടുത്താൽ തിന്നുന്നു. അങ്ങനത്തെ പോലെയാണോ നമുക്ക് വേണ്ടത്? ചോറ് കൊടുക്കുമ്പോൾ ചോറാണെന്നും ബിരിയാണി കൊടുക്കുമ്പോൾ ബിരിയാണിയാണെന്നും മനസ്സിലാക്കുന്ന പിള്ളേരല്ലേ വേണ്ടത് അല്ലേ? നമുക്ക് ജീവിക്കാൻ കൊല്ലാണ്. പെൺകുട്ടിയൊക്കെ ഒരു തൂക്കുണ്ട്, മുന്തിനൊരു ചോപ്പ് ഇങ്ങനെ ഉണ്ടല്ലോ, എന്താ ഉണ്ടെങ്കിലും നമ്മൾ സ്കൂളിൽ പെട്ടെന്ന് തന്നെ പീവെല്ലാം തുടങ്ങണം. കാരണം അറിയോ, റീത്ത് എന്തായാലും നമ്മൾ വാങ്ങണം. നമുക്കങ്ങനെ റീത്ത് ഒന്ന് വെക്കണം. രണ്ടാമത്തെ കരള്, ഒരു കരള് നോക്കിയിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക്കും ചുണ്ടും എടുത്ത് നടക്കുന്ന അമ്മയും പെങ്ങന്മാരും ഓർമ്മിച്ചാവും. അതിന് ക്വാളിറ്റി ഇല്ല എങ്കിൽ എപ്പോ കിഡ്നി പോയി നോക്കിയാൽ അപ്പൊ ആളുകൾ പറയും ആ സൂപ്പർ ചുണ്ട് ഇങ്ങനെയെല്ലാം സ്റ്റാറ്റസിലിട്ടാൻ പറ്റുമെങ്കിലും നിങ്ങളെ മക്കൾക്ക് കരളുണ്ടാവില്ല. കരൾ വേണം നമ്മളെ മക്കൾക്ക്. അല്ലെങ്കിൽ 1 കോടി റുപ്യ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു കാറെല്ലാം വാങ്ങി വെച്ചിട്ട് 1 കൊല്ലം കൂടി ആയിട്ട് ജീവിപ്പിക്കാം. അപ്പൊ ഈ രീതിയിൽ മക്കളെ ജീവിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ രണ്ടാമത്തെ ഈ ചെക്കനോട് എല്ലാം പറഞ്ഞ് മനസ്സിലായി. പിന്നെ ചെക്കനില്ലേ ഈ ഡോക്ടർ പറഞ്ഞ്, ഡോക്ടറോട് ഈ അമ്മ ചോദിച്ചു എന്താ മക്കളെ ഞാൻ നീ പറ്റ മോനെ രക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട, നിങ്ങളെ മോനെ ചെറിയൊരു സൂക്കേടാണ്, സ്ക്രീൻ അഡിക്ഷൻ എന്നാണ് സൂക്കേടിന്റെ പേര്. എന്താ പേര്? സ്ക്രീൻ അഡിക്ഷൻ. അപ്പം അമ്മ പറയാണ് എന്റെ നാട്ടിൽ ആർക്കും സൂക്കേടില്ല, എന്റെ ചെക്കനാളുള്ളൂ. അങ്ങനെ അമ്മ ആടിയെ കൊത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ ഈ അസുഖത്തിന്റെ പേരെന്താണെന്നറിയോ? പച്ച മലയാളത്തിൽ അമ്മ ഇല്ല, ഇതിന്റെ പേരാണ് നട്ട പേരാണ്. അപ്പോഴാണ് അമ്മക്ക് മനസ്സിലായത് എന്റെ മോന് പേരെന്താണ്. അമ്മ എങ്ങനെയാണ് എന്റെ മോനെ രക്ഷിക്കുക ചോദിച്ചപ്പോ ഡോക്ടറോട് ഒന്നും പേടിക്കണ്ട, ഫോണ് ഘട്ടം ഘട്ടമായി വാങ്ങി വെക്കുക. ഘട്ടഘട്ടത്തിലല്ല, ഘട്ടം ഘട്ടമായി വാങ്ങി വെക്കുക എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു എന്തിന് ഘട്ടം ഘട്ടാക്കുന്നത്? ഞാൻ ഇപ്പൊ ഇങ്ങ് വാങ്ങും, ഞാൻ കൊടുത്ത ഫോണല്ലേ ഇപ്പൊ ഞാനിങ്ങ് വാങ്ങും, കാണിച്ചു തരാൻ നിങ്ങൾക്ക്. അമ്മ വീട്ടിൽ പോയിട്ട് പറഞ്ഞു ചെക്ക ഫോട്ടോ എനിക്ക് തരൂല, എനിക്ക് പെരാണ്ടാണ്. ചെക്കൻ എനിക്ക് തരൂല, അമ്മാനെ തരൂല. വർത്താനം അമ്മ ഈ ചെക്കൻ ഉപ്പേരി പായസം ഉണ്ടാക്കാൻ എനിക്ക് വീണ്ടും അടുക്കളയിൽ പോയി. അമ്മ ഈ ചെക്കൻ അടുക്കളയിൽ പായസം ഉണ്ടാക്കി 1:45 മണിക്ക് മേശപ്പുറത്ത് ഭക്ഷണം വെച്ചിട്ട് മോനെ വിളിക്കാൻ പോയപ്പോ ആ ചെക്കൻ കാണുന്നില്ല. അമ്മ കുറെ കഴിഞ്ഞ് കാണുന്നില്ല. നാട്ടുകാരോട് പറയും മോനെ കാണുന്നില്ല. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരെല്ലാം കൂടി ആ നാടും വീടും ഒക്കെ അരിച്ചു പെറുക്കി അവസാനം അടുത്ത വീട്ടിലെ ചെക്കൻ അപ്പുറത്ത് ഒഴിച്ചിട്ട പറമ്പിലുള്ള കിണറിനോട് ചേർന്നുള്ള ബാത്റൂമിൽ അകത്ത് നിന്ന് അടച്ചിട്ടിരിക്കുന്ന കണ്ടപ്പോ പുറത്തുനിന്ന് ഒരൊറ്റ ചവിട്ട് വാതിൽ പൊളിഞ്ഞി ഉള്ളിലേക്ക് നോക്കിയപ്പോ ഇല്ലേ ഷവറിന്റെ കമ്പീന്റെ മേലെ 1ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങി മരിച്ചിരിക്കുന്നു. എല്ലാവരും 1ാം ക്ലാസ്സിലെ ചെക്കൻ തൂങ്ങിയിരിക്കാൻ അറിയാമോ? ഓൻ ആരോ കെട്ടി തൂക്കിയതാണ്. അങ്ങനെ പോലീസിൽ ഒന്ന് ശാസ്ത്രീയമായി കേസന്വേഷിച്ച് നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നാണ്. ഈ അമ്മ പറഞ്ഞില്ല ഇവരെല്ലാ കാര്യവും ആരോടാ ചോദിക്കുക, എല്ലാ സംശയം ആരോടാ ചോദിക്കുക? ഗൂഗിളിനോട് എല്ലാം പഠിച്ചത് എങ്ങനെയാ? യൂട്യൂബിനോട്. അമ്മ ഫോണ് കൊടുക്കില്ല എന്ന് ഈ ചെക്കനോട് പറഞ്ഞപ്പോ ഈ
ഈ ചെക്കനത് താങ്ങാൻ പറ്റില്ല. വരാൻ തന്നെ ചെക്കന്. ഈ ചെക്കൻ ഉടനെ തീരുമാനിച്ചു, ഇവൻ ഗൂഗിളിനോട് ചോദിച്ചു, ഗൂഗിളെ ലോകത്തെ ഏറ്റവും മികച്ച മരണം, നല്ല മരണം ഏതാണ്? ചെക്കനാണോ പൊട്ടനാണോ എന്ന് അറിയാത്ത ഗൂഗിൾ പറഞ്ഞു കൊടുത്തു, ലോകത്തെ ഏറ്റവും നല്ല മരണം തൂങ്ങി മരണമാണ്. തൂങ്ങി മരണമാണെന്ന് മനസ്സിലാക്കി അന്തപ്പെട്ടാൽ രണ്ടാമത് എല്ലാം പഠിച്ചത് എങ്ങനെയാന്ന് അമ്മ പറഞ്ഞത്? യൂട്യൂബിൽ നോക്കി പറഞ്ഞു. യൂട്യൂബിനോട് ചോദിച്ചു, യൂട്യൂബ് എങ്ങനെയാണ് തൂങ്ങി മരിക്കുക? യൂട്യൂബ് പറഞ്ഞു, പൊട്ട കയറെടുക്കുക, ഇങ്ങനെ കെട്ടുക, മേലെ കെട്ടുക, ചൂടുമൊക്കെ ഇടുക, കഴുത്തിടുക, ചാടുക. അന്തപ്പെട്ട പൊട്ട കഴുത്തിൽ കയറിട്ട് തൂങ്ങി താഴെ ചാടി 1ാം ക്ലാസ്സിലാ കുട്ടി. ഫോൺ കൊടുക്കാത്ത ദേഷ്യത്തിന്, ഭ്രാന്തിന്. ഇപ്പൊ എനക്ക് നിങ്ങളെ കാണുന്നില്ലേ, എനിക്കിപ്പോ ടെൻഷനാണ്. നിങ്ങൾ എവിടെയും തൂങ്ങി മരിക്കുക? ഷവറിന്റെ മേലെയാണോ, അതോ മാക്കൊമ്പുമ്പലാണോ, അല്ലെ അച്ഛൻ കിടക്കുന്ന കട്ടിന്റെ മേലെയാണോ? നിങ്ങൾ മരിക്കൂലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രത്യേകത, ഞാൻ ദിവസം എന്റെ വടകര പോലീസ് സ്റ്റേഷനിൽ 2ഉം 3ഉം മരണങ്ങൾ, ആത്മഹത്യയുടെ ദിവസം കാണുന്നു. നിങ്ങൾ മരിക്കൂലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മരിക്കണോ?